നാരായണ 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 നാരായണ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാന്നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധരസ്വധാംന അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വിതുര മൈത്രേയ സംവാദത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഗംഗാതീരത്തെത്തി ഉദ്ധവൻ്റെ നിർദ്ദേശമനുസരിച്ച് മൈത്രേയ മഹർഷിയോട് ചോദിച്ചു. തൻ്റെ ആ ജിജ്ഞാസയൊക്കെ മൈത്രേയ മഹർഷിയുടെ മുന്നിൽ വെച്ച സമയത്ത് ഓരോ ചോദ്യങ്ങൾക്കായിട്ട് കഥകളിലൂടെ മറുപടി, ആ കഥകളിൽ അന്തർനിഹിതങ്ങളായ തത്വങ്ങളിലൂടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം തന്നെ വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ നെട്ടോട്ട് ഓടുന്നത് എന്നാണ്. സുഖായ കർമാണി കരോതി ലോക. എന്നിട്ട് ലഭിക്കുന്നുണ്ടോ? ആ സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ ഒരുപാട് ദുഃഖങ്ങൾ. ഈ ഒരു ചോദ്യത്തിലൂടെയാണ് വിതുര മൈത്രേയ സംവാദം മുന്നോട്ട്. ആ വിതുര മൈത്രേയ സംവാദത്തിലെ സൃഷ്ടി എന്ന വിഷയം, പുരാണലക്ഷണം, ബ്രഹ്മസൃഷ്ടി എന്ന ആദ്യത്തെ ആ ലക്ഷണത്തെ സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് ചോദിച്ചു, സ്വയംഭൂവിൻ്റെ പുത്രൻ സ്വയംഭൂവമനു, ആ സ്വയംഭൂവമനുവിന് ഭാര്യ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം എന്തു ചെയ്തു? ആ ആദിരാജാവിൻ്റെ ചരിത്രം ഒന്ന് വ്യക്തമായിട്ട് കുറച്ചും കൂടി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. കാരണം മുകുന്ദപാദാരവിന്ദങ്ങളെ ആ മനസ്സിൽ അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന സുഹൃത്തുക്കളുടെ ചരിത്രം കേൾക്കുക എന്നുള്ളത് പുണ്യമല്ലേ, അത് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. സന്തോഷമായി വക്താവിന്. കാരണം ശ്രോതാവിൻ്റെ ശ്രദ്ധയാണ് വക്താവിനെ കൂടുതൽ വിഷയങ്ങൾ പറയുവാൻ പ്രേരിപ്പിക്കുക. എപ്പോഴും ശ്രോതാവ് വളരെ ശ്രദ്ധയുള്ള ആളാണ്. വീണ്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജിജ്ഞാസയുണ്ട് എന്ന സന്തോഷത്തോടു കൂടിയിട്ട് ആരംഭിച്ചു. ഏതൊരു ആചരണത്തിലൂടെയാണ് പരമമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവുക, ഇനി എന്തൊക്കെ ചെയ്യണം ഞാൻ എന്ന് സ്വയംഭൂമനു തന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിനോട് തന്നെ ചോദിച്ചു എന്നാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇനി എന്ത് ചെയ്യണം?
പ്രജാസൃജ, പ്രജകളെ സൃഷ്ടിക്കുക, സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് നിന്നെ ഏൽപ്പിക്കുന്ന കർത്തവ്യം. അത് വേണ്ടതുപോലെ പരിപാലിക്കണം എന്ന് പറഞ്ഞു. പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിസ്താത്വാം ക്ഷിതീശ്വര യന്നിർവ്യളീകേന ഹൃദാ ശാധിമേത്യാത്മനാർപ്പിതം. നിന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല നീ നിർവഹിക്കുക. അത് സൃഷ്ടിയാണ്. അത് വേണ്ടതുപോലെ യജ്ഞഭാവത്തോടു കൂടിയിട്ട് നിർവഹിക്കുക. ധർമാനുസൃതമായിട്ട് പ്രജകളെ പാലിക്കുക. പ്രജാരക്ഷണം കൊണ്ട് എനിക്കും സാക്ഷാൽ ഭഗവാനും സന്തോഷമുണ്ടാവും. കാരണം ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റാത്ത കർമ്മങ്ങളൊക്കെ വ്യർത്ഥമാണ്. നീ നിന്റെ ധർമ്മം നിർവഹിക്കുന്നതിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. ശരി, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സൃഷ്ടിപ്രക്രിയ ആരംഭിക്കാനിരിക്കെ പെട്ടെന്ന് ആധാരം തന്നെ ഇല്ല. ഭൂമി മഹീമഗ്ന മഹാംഭസി, ഭൂമി മുങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യണം? അതും മറ്റാരും നിർവാഹമില്ല, ഭഗവാൻ തന്നെ. അപ്പോ അസ്യാ ഉദ്ധരണേ യത്നോ ദേവ ദേവ്യാ വിധീയത. ഈ ഭൂമിദേവിയുടെ ഉദ്ധരണത്തിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് ആ മനു. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു. കാരണം ഏതൊരു ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ ഉദ്ധരണത്തിനും ആരുടെ കടാക്ഷമാണ് വേണ്ടത്? ഭഗവാന്റെ കടാക്ഷമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്മരിച്ചു. മറ്റൊരു നിർവാഹവുമില്ല എന്നുള്ള ഒരു മനസ്സ് ആശ്രയിച്ചു, ഭഗവാനെ തന്നെ ആശ്രയിച്ചു. ധ്യാനിക്കേണ്ട താമസം. ഇത്യഭിധ്യായതോ നാസാവിവരാത് സഹസ. പെട്ടെന്ന് യാദൃച്ഛികമായിട്ടാണ് ഒരു ചെറിയ പന്നിക്കുട്ടിയായിട്ട് ഭഗവാൻ ആ നാസാഗ്രത്തിൽ നിന്നും പുറത്തേക്ക് ചാടുന്നത്. അദ്ഭുതം. തസ്യ അഭിവശ്യതഃ ഖസ്തഃ ക്ഷണേന കില ഭാരത. നോക്കി നിൽക്കേ ഗജമാത്ര. അത് വലിയൊരു ആനയുടെ വലിപ്പത്തിൽ അങ്ങോട്ട് വളർന്നു വലുതായി. എല്ലാവരും അത്യത്ഭുതത്തോടു കൂടിയിട്ട് മരീചാദി മഹർഷിമാരൊക്കെ നോക്കി നിന്നു. ബ്രഹ്മാവ് ആദ്യം ഒന്ന് സംശയിച്ചു, പക്ഷെ മനസ്സിലായി. കാരണം ഇങ്ങനെ ഒരു രൂപം ഭഗവാനില്ലാതെ മറ്റാർക്കും സ്വീകരിക്കാൻ സാധ്യമല്ല. ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ബ്രഹ്മാണം ഹർഷയാമാസ ഹരി. ഉള്ളിലുള്ള സംശയത്തെ ദൂരീകരിച്ചു. എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ശരിക്കും തൻ്റെ അവതാരം, തൻ്റെ വേഷം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അലറല. കാരണം പന്നിയല്ലേ, ഒരു കാട്ടു പന്നിയുടെ ഒരു ഗർജനം. സ്വഗർജ്യതേന കകുഭ പ്രതിസ്വനതയാ വിഭു. ദിക്കുകളൊക്കെ പ്രതിധ്വനിച്ചു ആ ഒരു അട്ടഹാസത്തില്, അലറലില്. ശരിക്കും ഭൂമിയുടെ ലക്ഷണം തന്നെ ഗന്ധമാണ് അല്ലെ. ഗന്ധവതി പൃഥിവീന, ഗന്ധവത്വം പൃഥിവ്യാ ലക്ഷണം. അപ്പോൾ മണ്ണിനെ മണത്തറിയാൻ കഴിവെന്ന് ശരിക്കുള്ള ആ ഘ്രാണശക്തിയുണ്ട് കാട്ടുപന്നിക്ക്. അതുകൊണ്ട് ഘ്രാണേന പൃഥ്വ്യാ പദവീം വിജിഘ്രൻ ക്രോഡാപദേശസ്വയമധ്വരാംഗ കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാമുദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം. തൻ്റെ ആ കരാളദംഷ്ട്രയൊക്കെ ഉണ്ടെങ്കിലും ചുറ്റിലുള്ള മരീചാദി മഹർഷിമാരെ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വളരെ സൗമ്യമായിട്ടൊന്ന് കടാക്ഷിച്ചു ഭഗവാൻ. അതിനുശേഷം തൻ്റെ ചുമതല നിർവഹിക്കാനായിട്ട് നേരെ ആ രസാതലത്തിലേക്ക് ചെന്ന് ആ തേറ്റയിൽ ആ ഊഴി അങ്ങനെ തന്നെ അങ്ങോട്ട് ധരിച്ചു, ഉയർത്തി. അപ്പോഴാണ് ആദിദൈത്യനായിട്ടുള്ള ഹിരണ്യാക്ഷന്റെ വരവും ഹിരണ്യാക്ഷ നിഗ്രഹവും. അത് പിന്നെ വീണ്ടും നമ്മുടെ ശ്രോതാവ് കൂടുതൽ വിസ്തരിച്ച് ചോദിച്ചാൽ അപ്പോൾ പറയാം, അല്ലെങ്കിൽ പറയണ്ടല്ലോ അല്ലേ.
അതുകൊണ്ട് അവിടെ വളരെ ഒന്ന് ചുരുക്കി ഒരൊറ്റ വാക്കില് പറഞ്ഞു. തത്ര ആദിദൈത്യം ഗദയാ പതന്തം സുനാഭ സന്ദീപിതീവ്രമന്യു ജഘാന. തന്നെ തടഞ്ഞതുകൊണ്ട് മാത്രം അവന്റെ കഥ കഴിച്ചു. ജഘാന രുന്ധാനം അസഹ്യവിക്രമം. മഹാപരാക്രമിയാണ്. ഏതായാലും ആ ആദിദൈത്യനെയും നിഗ്രഹിച്ച് തൻ്റെ ആ ചുമതല പൂർത്തിയാക്കി ഭൂമിദേവിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ബാക്കി എല്ലാവരും ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. ജിതം ജിതം തേ ജിതയജ്ഞഭാവന ത്രയീം തനും ത്വാം സ്വാം പരിധുന്വതേ നമഃ. യദ്രോമഗർത്തേഷു നിലില്യുരധ്വരാഃ തസ്മൈ നമഃ കാരണസൂകരായതേ. യജ്ഞവരാഹമൂർത്തിയാണ്. ആ യജ്ഞവരാഹമൂർത്തിയെ, യജ്ഞസ്വരൂപിയായ വരാഹമൂർത്തിയെ, യജ്ഞവരാഹ ഇത്യുക്തെ യജ്ഞരൂപ, യജ്ഞം തന്നെയാണ് വരാഹമൂർത്തി, യജ്ഞാംഗങ്ങൾ തന്നെയാണ് ആ രൂപം. അതിന് ഓരോ ശ്ലോകങ്ങളിലായിട്ട് വ്യക്തമാക്കുകയാണ് ഈ യജ്ഞത്തിനും വരാഹത്തിനും തമ്മിൽ എന്ത് ബന്ധം, എങ്ങനെയാണ് വരാഹമൂർത്തി യജ്ഞവരാഹമൂർത്തിയാകുന്നത്. ആ വിഷയങ്ങൾ വ്യക്തമാക്കുന്നു ഓരോ ശ്ലോകങ്ങളിലായിട്ട്. ആദ്യം തന്നെ ജിതം ജിതം തേ അജിത, ആരാലും ജയിക്കപ്പെടാത്തവനാണ്. എളുപ്പമല്ല ജയിക്കാൻ നമുക്ക്. ആരെ? ഭഗവാനെ. ഭഗവാനെ ജയിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ തന്നെ വേണം. ആ ഭഗവത് കൃപയുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജിതം ജിതം തേ അജിത. പക്ഷെ നീ ഇന്ന് ജയിച്ചു, ഇന്ന് ജയിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും. അതാണ് യജ്ഞഭാവന ത്രയീം തനും. ത്രയാണ്, ത്രൈ വേദ. വേദങ്ങള് ഋഗ്യജുസാമങ്ങളായിരുന്നല്ലോ, പിന്നെയാണ് അഥർവവേദം കൂടെ ചേർത്ത് 4 അപ്പോൾ ത്രീ എന്നാണ് വേദത്തിന്റെ പര്യായം തന്നെ. ത്രീ എന്നാണ്. അപ്പൊ ത്രയീം തനും, ആ വേദത്തെ തന്നെ സ്വരൂപമാക്കിയിരിക്കുന്ന ആ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. സകല യജ്ഞങ്ങളും ഏതൊരു വരാഹമൂർത്തിയുടെ രോമകൂപങ്ങളിലാണോ നിറഞ്ഞു നിൽക്കുന്നത്? നിലില്യുഹു അധ്വരാഹ. ആ കാരണ സൂകരന്, യജ്ഞ വരാഹമൂർത്തിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഏതൊരു യജ്ഞമാണോ പരിപൂർണമായിട്ടും നമ്മളെ സമർപ്പിക്കുന്നത്, ആ യജ്ഞവരാഹമൂർത്തിയായിട്ട് ഇവിടെ സങ്കല്പിക്കുകയാണ്. ഏത് രീതിയിലെ യജ് ധാതുവിൽ നിന്നും യജ്ഞം, യജനം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവചനം എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ദേവതാബുദ്ധിയോട് കൂടിയിട്ടുള്ള സമർപ്പണം എന്നാണ്. ദേവതോദ്ദേശകമായിട്ട് സമർപ്പിക്കുന്നതിന് യജ്ഞം എന്ന് പേര്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തില് ഈ അജ്യങ്ങളും ഹവിസ്സും ഇതൊക്കെ അർപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. യജ്ഞം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ശരിക്കും ആ നിസ്വാർത്ഥ സമർപ്പണമാണ്. നിസ്വാർത്ഥ സമർപ്പണമായിട്ട് ചെയ്യുന്നതെല്ലാം യജ്ഞമാണ്. അത് ലൗകികങ്ങളായിട്ടുള്ള നമ്മുടെ പല പല കാര്യങ്ങളും ഇന്ന് ആ ശബ്ദത്തെ നമ്മൾ വികലമാക്കി, അത് വേറെ കാര്യം. ഇന്നിപ്പോൾ നമ്മൾ ആ യജ്ഞത്തെ നമ്മുടെ നിത്യവ്യവഹാരത്തിൽ വികലമാക്കി കഴിഞ്ഞു. കാരണം ഇന്ന് എല്ലാറ്റിനും കൂടെ യജ്ഞം എന്നാണ് അല്ലെ. ബാങ്കില് വിഭവ സമാഹരണ യജ്ഞം അല്ലെ, കേട്ടില്ലേ? ബോർഡ് വെച്ചിട്ട് കാണാം അല്ലെ. ഇതുപോലെ പല പല കാര്യങ്ങളും ഇന്ന് യജ്ഞം എന്ന ആ ഒരു പദത്തെ പ്രയോഗിച്ച് വികലമാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തില് ആ സമർപ്പണഭാവത്തോടു കൂടിയിട്ട് ദേവതോദ്ദേശേന ദ്രവ്യത്യാഗ എന്നാണ്. ദേവതോദ്ദേശേന ദ്രവ്യത്യാഗ, ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവത് സമർപ്പണമായിട്ട് നമ്മൾ നമ്മുടെ വിഭവങ്ങളൊക്കെ സമർപ്പിക്കുക. അത് യജ്ഞാഗ്നിയിലേക്ക് തന്നെ എന്നല്ല, എല്ലാം ഈശ്വര സ്വരൂപങ്ങളാണ് എന്നുള്ള യഥാർത്ഥ ഈശ്വര തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമായി മാറുക.
കാരണം എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ, അല്ലെ? വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ദർശിക്കുവാൻ കഴിയണം. ഉത്തമ ഭക്തന്റെ ലക്ഷണം ഏകാദശത്തില് 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നിമി നവയോഗി സംവാദത്തിൽ കാണാം. അതിൽ 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ഇതാ: ആരാണ് ഭാഗവതൻ? ഉത്തമ ഭാഗവതൻ ആരാണ്? ആർക്കാണോ എല്ലാവരിലും ആ സാക്ഷാൽ പരമാത്മാവിനെ ദർശിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരിലും പരമാത്മാവിനെ ദർശിക്കുവാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ നൽകുന്നതൊക്കെ എന്താണ്? യജ്ഞമാണ്. അത് ജ്ഞാനമായാലും ശരി, ദ്രവ്യമായാലും ശരി. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു ജ്ഞാന യജ്ഞം. അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് ദ്രവ്യയജ്ഞവും. അപ്പോൾ ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് യജ്ഞത്തെ കാണാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദൈനംദിന ക്രിയകളൊക്കെ യജ്ഞമാക്കാൻ കഴിയണമെന്നാണ്. എല്ലാ കാര്യങ്ങളും ഭാഗവത ധർമ്മത്തിൽ ആദ്യം പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്നും ചൊല്ലുന്ന ശ്ലോകം അല്ലെ, കായേന വാചാ മനസാ ഇന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായ. ആ ഒരു ഭാവനയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. യഥാർത്ഥത്തിൽ അവിടെ അതിലേക്കാണ് ഉയരേണ്ടത്. ഇതുപോലെയുള്ള ജ്ഞാനയജ്ഞങ്ങളിലൂടെയൊക്കെ നമ്മൾ ഉയരേണ്ടത് ആ ഒരു പദത്തിലേക്കാണ്. അവിടെ എത്താൻ സാധിക്കണം. അപ്പോൾ ഭഗവത് പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞം. അപ്പൊ യജ്ഞം എന്നുള്ളതിൻ്റെ നിർവചനമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭഗവത് പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന സകല കർമ്മങ്ങളും നമുക്ക് യജ്ഞം എന്നുള്ള പദം കൊണ്ട് നമുക്ക് വ്യവഹരിക്കാം. എല്ലാം. അപ്പോൾ സ്വാർത്ഥ രഹിതമായിട്ടുള്ള ത്യാഗം എന്ന് നമുക്കതിന് പേര്. സ്വാർത്ഥരഹിതമായിട്ടുള്ള ത്യാഗം, ആ ഭഗവത് ഭക്തി, ഇത് രണ്ടും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ത്യാഗവും ഭക്തിയും രണ്ടും കൂടി ചേരുക. ത്യാഗത്തിൻ്റെ മഹത്വം നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗം യജ്ഞം അത്രമാത്രം ഒരു പര്യായവാചി ശബ്ദങ്ങളെ പോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം യജ്ഞശാലയിൽ നമ്മൾ ഉയർന്നു കേൾക്കുന്നത് ഇദം ന മമ. ഈ ഇദം ന മമ എന്നുള്ള ഭാവം തന്നെയാണ് ത്യാഗം. നമ്മൾ വരുമ്പോൾ ഒരു ഒറ്റ ചില്ലി കാശ് പോലും കൊണ്ടുവന്നിട്ടില്ല. തിരിച്ചങ്ങോട്ട് ചുടലയിലേക്ക് എടുക്കുമ്പോൾ ഒരൊറ്റ നാണയം പോലും ബാക്കി വെക്കുകയില്ല. അല്ലേ? കയ്യിലും കാതിലും ഉള്ളതക്കം അറുത്ത് മുറിച്ചെടുത്തിട്ടേ അങ്ങോട്ട് ചിതയിലേക്ക് എടുത്തു വയ്ക്കുകയുള്ളൂ. അല്ലേ? എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. അപ്പൊ എന്തൊക്കെയാണോ ഇടക്കാലത്ത് ഈ ഇടവേളയിൽ നമ്മളെ പ്രാപിച്ചത്, നമുക്ക് ലഭിച്ചത്, അതൊക്കെ ആ ഭഗവാൻ നമ്മളെ ഒരു സൂക്ഷിപ്പുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് തന്നതാണ് എന്നുള്ള ഭാവനയോട് കൂടിയിട്ട് എല്ലാവർക്കും നൽകുക. അതാണ് ത്യാഗം. ത്യാഗത്തിൻ്റെ മഹത്വം ത്യാഗേനൈകേ അമൃതത്വമാനശോ. അല്ലേ? മലയാളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ത്യാഗമെന്നതേ നേട്ടം. ത്യജിച്ചവർ മാത്രമേ നേടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ പ്രാതസ്മരണീയരായിട്ട് നമ്മൾ സ്മരിക്കുന്ന എത്രയോ 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 മഹാപുരുഷന്മാര്, ആ മഹാപുരുഷന്മാരെല്ലാവരും അവരവരുടെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ത്യജിച്ചവരാ, ബന്ധുമിത്രാദികളെ ത്യജിച്ചവരാ. അപ്പൊ നാടിന് വേണ്ടി ബന്ധുമിത്രാദികളെ ഒക്കെ ത്യജിച്ച് സകല സുഖഭോഗങ്ങളെയും ത്യജിച്ച് ഇദം ന മമ എന്ന യജ്ഞഭാവത്തോടു കൂടിയിട്ട് സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി സമർപ്പിത ചിത്തരായിട്ട് ജീവിക്കുന്ന, ഇത് ലോകത്തില് ഭാരതത്തിന് മാത്രം സ്വന്തം, വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. അങ്ങനെ ലോകത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ പ്രേരണ ഉൾക്കൊണ്ടത് ഇവിടെ നിന്നാണ്. ഏതദ്ദേശ പ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവ എന്ന് മനുസ്മൃതി. ഇവിടെ ജനിച്ചവരിൽ നിന്ന് വേണം ഇനി ലോകത്തിൽ എല്ലാ രാഷ്ട്രത്തിലുള്ളവരും
അവരവരുടെ ദേശത്തിൻ്റെ ചരിത്രം പഠിക്കാമെന്നാണ് അന്ന് മനു പറഞ്ഞു വെച്ചിരിക്കുക. അത്രമാത്രം ഒരു ത്യാഗത്തിൻ്റെ പാരമ്പര്യമുള്ളതാണ്. ആ ത്യാഗത്തിൻ്റെ ഒരു യാഗശാലയിൽ യജ്ഞശാലയിൽ നിന്നുയരുന്ന ആ തീനാളങ്ങളുടെ വർണ്ണമാണ് ഇതാ ഈ മുൻനിരയിൽ തന്നെ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സന്യാസി പരമ്പരയുടെ വസ്ത്രം തന്നെ അതാണ്, ത്യാഗം ആണ്. അത് ആ യജ്ഞാഗ്നിയുടെ വർണ്ണമാണ്. ആ കാവി നിറം എന്ന് പറയുന്നത് ശരിക്കും ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. എല്ലാം ത്യജിച്ചവര്, ഉള്ളവര് ഇല്ലാത്തവര് എന്നുള്ള രണ്ട് വിഭാഗം മാത്രമേ ഭാരതത്തിൻ്റെ പുറത്ത് ലോകത്തിൽ മുഴുവനുള്ളൂ. എല്ലാ തത്വശാസ്ത്രങ്ങളിലും രണ്ട് വിഭാഗം, ഉള്ളവരും ഇല്ലാത്തവരും. പക്ഷേ ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചവര് എവിടെ മാത്രം? ഭാരതത്തിൽ മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 വിഭാഗത്തിൻ്റെ കൂടെ 4മതൊരു വിഭാഗം കൂടിയുണ്ട്. എന്താണത്? ഉണ്ടായിട്ട് അതനുഭവിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ ത്യജിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച അനേകം രാജാക്കന്മാർ. 9ാം സ്കന്ധത്തിൽ നിങ്ങൾ നോക്കിയാൽ 100 കണക്കിന് രാജാക്കന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. എല്ലാ ചരിത്രത്തിലും കാണാം അവരുടെ ആ ഗൃഹസ്ഥാശ്രമ കാര്യങ്ങൾ സ്വീകരിച്ചു, വേണ്ടതുപോലെ പ്രജാപരിപാലനം ചെയ്തു, മക്കൾക്ക് രാജ്യം വിട്ടുകൊടുത്ത് ബദരികാശ്രമത്തിലേക്ക് പോയി, ഹിമാലയത്തിലേക്ക് പോയി. എത്ര രാജാക്കന്മാർ! ഈ ഒരു പരമ്പര അത് ഭാരതത്തിൻ്റെ ഒരു സമ്പത്ത് തന്നെയാണ്. ഈ ഒരു പാരമ്പര്യം, ത്യാഗത്തിൻ്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഏതേതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇന്നും കഞ്ഞിമുട്ടാതെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് വേണ്ടി കുറേ സന്യാസി ശ്രേഷ്ഠന്മാരും കുറേ ദിഗംബരന്മാരും സർവസംഘ പരിത്യാഗികളായിട്ട് പല സ്ഥലങ്ങളിലും ഇരുന്ന് മൂക്കും പിടിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മളെല്ലാവരും ധരിക്കുന്നത് നമ്മളെ മിടുക്കുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന്. യഥാർത്ഥത്തിൽ നമ്മളൊന്നുമല്ല. ഇതുപോലെ ഇവിടെ ഈ മുന്നിൽ ശോഭിക്കുന്ന ഋഷിശ്രേഷ്ഠന്മാരെ പോലെ അനേകം ലക്ഷോപലക്ഷം ഋഷീശ്വരന്മാര് പല സ്ഥലങ്ങളിൽ ആയിട്ട് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാവർക്കും വേണ്ടി, അതിൽ ചിലര് എല്ലാവർക്കും വേണ്ടി എന്നല്ല, അതിനേക്കാൾ ഉയർന്ന ആ ഒരു ഭക്തിയില് നിർവികൽപ്പ ആ ഒരു അവസ്ഥയിലേക്കും ഉയർന്ന് തപസ്സനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ശ്വാസം കഴിക്കുന്നത്, നമ്മളൊക്കെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തി വീണപ്പോഴും അത് ഏറ്റവും ബാധിക്കാതിരുന്ന ഒരു രാഷ്ട്രവും ഭാരതമാണ്. അതൊക്കെ ഈ ഋഷി പരമ്പരയുടെ ത്യാഗമാണ്. അപ്പോൾ ത്യാഗം എന്ന പദം വളരെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദമാണ് യജ്ഞം അല്ലെങ്കിൽ ത്യാഗം, ത്യാഗഭാവം. കാരണം ത്യജിച്ചവർ ആണ് നമ്മുടെ മാതൃക. എല്ലാവരും നമ്മൾ ഓർമ്മിക്കുന്ന, നമ്മൾ എന്നും നമസ്കരിക്കുന്ന എല്ലാവരും ത്യജിച്ചവരാ. ഒരു സ്ഥാനത്തിനും മാനത്തിനും പദവിക്കും വേണ്ടിയിട്ടല്ലാതെ ഒരു ചെറിയ തോർത്തമുണ്ട് കൊടുത്ത് എല്ലാവരും അർദ്ധനഗ്നനായിട്ടുള്ള ഫക്കീർ എന്ന് പരിഹസിച്ച ഗാന്ധി മഹാത്മാവായത് ത്യജിച്ചിട്ടാണ്. ഏറ്റവും അടുത്ത ഉദാഹരണം നമുക്ക് പറയാനുള്ളത് ആ ഗാന്ധി മഹാത്മാവിനെ കുറിച്ചാണ്, അല്ലേ? ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. ഇതുപോലെ ആ ഒരു യജ്ഞം, സ്വാർത്ഥരഹിതമായ ആ ഒരു ത്യാഗം, ഭക്തി എന്ന ആ ഒരു മേമ്പൊടിയോട് ചേരുമ്പോഴേക്കാണ് ശരിക്കും ആ ഉദാത്തമായ ഒരവസ്ഥയിലേക്ക് ഉയരുന്നത്. അതിലേക്കാണ് ഉയരേണ്ടത്. ഭക്തി ത്യാഗ രൂപത്തിലുള്ള യജ്ഞം. ആ യജ്ഞം തന്നെയാണ് ഭഗവാന്റെ ശരീരം. ഇതാണ് നമുക്ക് ഈ
അവതാരത്തിലൂടെ, അവതാര സ്വരൂപം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇനി അങ്ങ് അതിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ യജ്ഞ വരാഹമൂർത്തി എന്ന് പറയാൻ കാരണം യജ്ഞസ്വരൂപനാണ് ഭഗവാൻ. യജ്ഞം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥരഹിതമായിട്ടുള്ള ത്യാഗമാണ്, ഭഗവതോദ്ദേശമായിട്ടുള്ള ദ്രവ്യത്യാഗമാണ് യജ്ഞം. ആ ഒരു രൂപത്തെ, ഈ രൂപത്തിലുള്ള വരാഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ യജ്ഞഭാവത്തിലുള്ള വരാഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ശരിക്കും ഉയരും. ത്യാഗഭാവം വന്നു കഴിഞ്ഞാൽ ലോകോദ്ധരണം. അപ്പൊ ലോകോദ്ധരണം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുക? ഈ ലോകത്തെ എങ്ങനെ ഉദ്ധരിക്കാം? യജ്ഞഭാവേന ഉദ്ധരിക്കാം. അപ്പൊ ലോകത്തെ ഉദ്ധരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ യജ്ഞത്തിലൂടെ. ഇതാണ് ഉത്തരം. അപ്പോൾ ഈ ഒരു ചോദ്യവും ഈ ഒരു ഉത്തരവുമാണ് വരാഹാവതാരം. കാരണം ഇന്ന് നമ്മുടെ ലോകവും ഈ ഭൂമി എങ്ങനെയാണോ രസാതലത്തിൽ അവിടെ മുങ്ങിപ്പോയത്, അതുപോലൊരു മുങ്ങലില്ല. പല 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 ജീർണതകളിൽ മുങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനൈക്യത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അന്യായങ്ങളുടെയും അക്രമങ്ങളുടെയും മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. യഥാർത്ഥത്തിൽ ഇതല്ലേ കാണുന്നത്? നമ്മൾ ചുറ്റും നോക്കൂ, എവിടെ കാണാനുണ്ട് മനുഷ്യരെ? ഈ രൂപത്തിൽ പല പല അന്യായങ്ങളിലും അക്രമങ്ങളിലും അജ്ഞാനങ്ങളിലും മുങ്ങുന്ന ഈ ലോകം, ആ അധപ്പതനത്തിന് എല്ലാവരും ഇരയാവുന്നുണ്ട്. തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും ഇരയാവുന്നുണ്ട്. ഈ ലോകത്തെ വ്യാപിച്ചിരിക്കുന്ന ഒരുപാട് ദുഷ്പ്രവണതകളിൽ നമ്മളൊക്കെ ബലിയാടുകളാകുന്നുണ്ട്. അതിലെല്ലാം തെറ്റ് ചെയ്തവരാണോ? അല്ല. പക്ഷെ എന്നാലും ലോകം മുഴുവൻ മുങ്ങിപ്പോകുന്ന അത്രയും അനർത്ഥങ്ങൾ. അപ്പോൾ ഈ ലോകം മുങ്ങരുത്. അപ്പോൾ ഈ മുങ്ങിയ ലോകത്തെ, അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഉയർത്താൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ യജ്ഞം എന്നൊരൊറ്റ ഉത്തരം. അത് രണ്ട് തരത്തിലുള്ള യജ്ഞമാണ്, ദ്രവ്യയജ്ഞവും ജ്ഞാനയജ്ഞവും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ. കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ കാണാൻ സാധിക്കും. ആ സ്തുതിയിൽ വ്യക്തമായിട്ട് ഒരു ശ്ലോകം നമുക്ക് കാണാം. നമോ നമസ്തേ അഖിലമന്ത്രദേവതാദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. ഇത് വ്യക്തമാക്കി തരുന്ന ഒരൊറ്റ ശ്ലോകം. ഈ ഒരു ശ്ലോകം മതി നമുക്ക് ഈ കഥയെ, അല്ലെങ്കിൽ ഇതിൻ്റെ തത്വത്തെ വ്യക്തമാക്കാൻ. ഈ ഒരു ശ്ലോകം നമുക്ക് ചിന്തിച്ചാൽ മതി. കാരണം വേദത്തെ നമുക്ക് ആദ്യം വേദം ഇങ്ങെടുക്കുക, എന്നിട്ട് വേദത്തെ രണ്ടായിട്ട് തിരിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങളാണ് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. അപ്പോൾ അതിലെ ആ കർമ്മകാണ്ഡത്തെ, ആദ്യ ഭാഗമായിട്ടുള്ള കർമ്മകാണ്ഡം, ആ കർമ്മകാണ്ഡത്തെയാണ് ആദ്യത്തെ രണ്ട് വരി. അഖില മന്ത്രദേവതാദ്രവ്യായ. ആദ്യം മന്ത്രം. എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ? മനനാത്ത് ത്രായത്തെ ഇതി മന്ത്ര. ആ മനനത്തിലൂടെ തന്നെ നമ്മളെ അജ്ഞാനത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് മന്ത്രം. ദേവതകളെ പ്രകാശിപ്പിക്കുന്ന മന്ത്രങ്ങൾ മന്ത്രം. അത് കഴിഞ്ഞാൽ ദേവന്മാര്, ധ്യാന യോഗ്യരായ ധ്യേയന്മാരായിട്ടുള്ള ഇന്ദ്രാദി ദേവന്മാര്. പിന്നെ ദ്രവ്യങ്ങൾ, അത് പാലായാലും തൈരായാലും ചമതകളായാലും സോമരസമായാലും ഒക്കെ യാഗദ്രവ്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. മന്ത്ര ദേവതാദ്രവ്യായ. ഈ മൂന്ന് സ്വരൂപം, ആ മൂന്ന് സ്വരൂപത്തിൻ്റെയും പിന്നെ കൃതുക്കളും യജ്ഞാനുഷ്ഠാന കർമ്മങ്ങളും ഒക്കെ
ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് ആദ്യത്തെ 2 വരിയിൽ പറയാം. അപ്പൊ ഇത് പരിപൂർണമായിട്ടും ഏത് യജ്ഞത്തെയാണ് സൂചിപ്പിക്കുന്നത്? ദ്രവ്യയജ്ഞത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നടത്തുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞു തരിക. ഇതം ന മമ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ഈ ഹവിസിൽ നമ്മൾ പിന്നെ അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. അതൊരു പ്രതീകാത്മകമാണ്. അതിൻ്റെ ശാസ്ത്രീയ വശത്തേക്ക് കടക്കണ്ട. അത് വലിയൊരു വിഷയമാണ്. എന്തൊക്കെ നമ്മൾ അർപ്പിക്കുന്നു, അത് അഗ്നിയുമായിട്ട് ചേരുമ്പോൾ വെറും സാധാരണ നമ്മുടെ ഗണപതി ഹോമം പോലും എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ള ഒരു സയൻറ്റിഫിക്കായിട്ട് മറ്റൊരു വശമാണ്. അത് വലിയൊരു വിഷയമാണ്. അത് ശാസ്ത്രബദ്ധമാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇന്നിന്ന പച്ചമരുന്നുകൾ അത് ചമതയുടെ രൂപത്തിൽ അല്ലേ, ഇന്നിന്ന ദ്രവ്യങ്ങൾ അതിലേക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ പുകയ്ക്ക് എത്രമാത്രം രോഗനിവാരണ ശക്തിയുണ്ട് എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാര് തെളിയിച്ചു കഴിഞ്ഞു. അതിന് ചുറ്റുമുള്ളവരേക്ക് എത്ര ദൂരം വരെ അതിൻ്റെ ശക്തി ഉണ്ടാകും, അതും റിസർച്ച് ചെയ്ത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതിലേക്ക് കടക്കണ്ട. അതിൻ്റെ ഭാവത്തെ മാത്രം ഇപ്പോൾ വിശദീകരിക്കുക, ശാസ്ത്രീയമായിട്ടുള്ള വശത്തിലേക്കല്ല. അതിൻ്റെ ഭാവം മാത്രം എടുക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ ഈ ഒരു കർമ്മകാണ്ഡം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ഈശ്വര ബുദ്ധിയാ ചെയ്യുക. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. എല്ലാം ആ ഭഗവത് ആരാധനമായിട്ട് ചെയ്യാൻ സാധിക്കണം. അത് യജ്ഞം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ രൂപത്തിലുള്ള യജ്ഞമാണ്. ഇനി അടുത്ത 2 വരിയിൽ പറഞ്ഞാണ് വൈരാഗ്യഭക്തി ആത്മജയാനുഭാവിതജ്ഞാനായ. വൈരാഗ്യം, ഭക്തി, ആത്മജയം. ആദ്യം 3 പറഞ്ഞു അല്ലേ? ആദ്യം 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? മന്ത്രം, ദേവത, ദ്രവ്യം. അത് മുഴുവൻ കർമ്മകാണ്ഡത്തിലേക്ക് നമ്മൾ മാറ്റിവെച്ചു. അടുത്ത 3 പറയുന്നു. എന്തൊക്കെയാ? വൈരാഗ്യഭക്തിയാത്മജയ. വൈരാഗ്യം ആദ്യത്തേത് അല്ലേ? വൈരാഗ്യം, അനാസക്ത ഭാവം അല്ലേ? ഈ ഒരു ഭാവമാണ് നേരത്തെ പറഞ്ഞത്. ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ളതല്ല, ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചവരുടെ ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം ഭാരതത്തിൽ ഉണ്ട്. അതാണ് ഈ വൈരാഗ്യം എന്നുള്ളൊരവസ്ഥ. വൈരാഗ്യം എന്നുള്ളത് ഒന്നുമില്ലാത്തത് കൊണ്ട് വിരക്തിയല്ല, എല്ലാം ഉണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു ഭാവം. അത് യഥാർത്ഥത്തിൽ ഭഗവാനിലേക്ക് നയിക്കുന്നതാണ്. മനസ്സിനെ ശരിക്കും ഏകാഗ്രമാക്കി നിർത്തുവാൻ അത് തന്നെയാണ് വഴി എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അർജുനൻ അല്ലേ? ഭഗവാനെ, ഈ മനസ്സ് പിടികിട്ടാത്തൊരു സാധനം, ഒരു രക്ഷയില്ല. വായോരിവ സുദുഷ്കരം അല്ലേ? ഒരു രക്ഷയില്ല. വായുവിനെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്? അത്രമാത്രം മനസ്സ് ചഞ്ചലമാണ്. ഭഗവാൻ അതിനെ ഒരംശം പോലും എതിർത്തിട്ടല്ല, അർജുനന്റെ വാക്കിന് 100% അംഗീകരിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ് അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം. ഹേ മഹാബാഹോ മനഹാ ദുർനിഗ്രഹം ദുഃഖേന ഗ്രഹീതും യോഗ്യം. വളരെ വളരെ പ്രയത്നിച്ചാൽ മാത്രമേ മനസ്സിനെ നിഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. കാരണം അത് ചഞ്ചലമാണ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. ചോദ്യം തന്നെ അങ്ങനെയല്ല അർജുനന്റെ. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരോ സുദുഷ്കരം. ഭഗവാൻ പറയുന്നു, അർജുന 2 വഴിയുണ്ട്. ഏതാ 2 വഴി? അഭ്യാസേനതു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ഒന്ന്, നിരന്തരമായ പരിശീലനം. യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ആ അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ മനോനിയന്ത്രണത്തിനുള്ള ഒരു പ്രക്രിയയാണ് ഈ യമനിയമാദികൾ. അത് മാത്രം മതിയോ? പോരാ. ഇതൊക്കെ ചെയ്യും, അതിൻ്റെ കൂടെ ഇത് കിട്ടുന്ന മുഴുവൻ തട്ടിവിടുകയും ചെയ്തിട്ട് കാര്യമോ ഉണ്ടോ?
ഇല്ല. അപ്പൊ അത് മറ്റേത് വേണം. ഏത്? വൈരാഗ്യം, വിരാഗം എന്ന അവസ്ഥ വേണം. എല്ലാ സുഖസമൃദ്ധികളും ചുറ്റും കാണണം. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അനുഭവിക്കേണ്ട ഇന്ദ്രിയ വിഷയങ്ങൾ ചുറ്റുണ്ടാകണം. എന്നിട്ട് അതിൽ നിന്നൊക്കെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഓരോരോ ഇന്ദ്രിയങ്ങളെയും അവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് ഭഗവത് പാദാരവിന്ദത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. അതത്ര എളുപ്പമല്ല. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈരാഗ്യമല്ല, ഇതൊക്കെ ചുറ്റുണ്ട്. ജിഹ്വൈകതോച്യുത അല്ലെ ഭാഗത്ത് പറയുന്നില്ലേ? മൂക്ക് ഒരു ഭാഗത്തേക്ക്, നാവ് ഒരു ഭാഗത്തേക്ക്, കണ്ണൊരു ഭാഗത്തേക്ക്. സപത്നിമാര് ഭർത്താവിനെ പിടിച്ച് വലിക്കുന്ന പോലെ വലിക്കുകയല്ലേ? അപ്പൊ അതിൽ നിന്നെല്ലാം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇത് വേണ്ട 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 എന്ന ആ ഒരു ഭാവത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, വൈരാഗ്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വൈരാഗ്യത്തിലേക്ക് കിടന്നത്. വൈരാഗ്യം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന മനോനിയന്ത്രണ ഉപാധിയാണെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ മലയാളത്തിൽ പറയുന്ന വൈരാഗ്യമല്ല. ഏതാ? വ്യക്തി വൈരാഗ്യം അല്ലേ? സംസ്കൃതത്തിലെ വൈരാഗ്യം നമ്മുടെ മലയാളത്തിലെ വൈരാഗ്യമല്ല അല്ലേ? ആ ഒരവസ്ഥയിലേക്ക് ഉയരാൻ കഴിയണം. അപ്പോ വൈരാഗ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്തിയെ കുറിച്ച് പറയാം. എന്താണ് ഭക്തി അല്ലേ? പരമപ്രേമം തന്നെയാണ് ഭക്തി. ഭക്തിയിലേക്ക് കിടക്കണ്ട. ഭക്തി നമ്മൾ ദൗർഭാഗ്യവശാൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് കാലത്ത് എഴുന്നേൽക്കുക അല്ലേ, കുളിക്കുക, സെറ്റ് മുണ്ടെടുക്കുക, കുറി തൊടുക, അമ്പലത്തിൽ പോവുക, പ്രദർശനം ചെയ്യുക, വഴിപാട് കഴിക്കുക ഒക്കെ ആയാൽ എന്തായി? ഓ, ആള് പരമഭക്തനാണ്. ഇതാണ് നമ്മൾ ഭക്തിക്ക് വെച്ചിരിക്കുന്ന നിർവചനം. ഭക്തി അതല്ല. ഭക്തിയുടെ ലക്ഷണം ഈ കുറിതൊടലും സെറ്റ് മുണ്ടുകൊടുക്കലും വഴിപാട് കഴിക്കലും അല്ല. ഭക്തി എന്ന പദം തന്നെ യഥാർത്ഥത്തിൽ ഭജ് സേവായാം. ശരിക്കും ഭജ് എന്ന വെർബ് റൂട്ട് ധാതുരൂപം, ധാതു ഏതിൽ നിന്നാ? ഭജ് ധാതുവാണ്. അതിന് പാണിനീയത്തിലുള്ള അർത്ഥം തന്നെ എന്താണ്? സേവായാം, സേവനമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ഭക്തൻ? ആരാണ് ഭക്തൻ? എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നേരെ കാണാം. തിതിക്ഷവക്കാരുണിക സുഹൃദ സർവദേഹിനാം അജാതശത്രവശാന്ത സാധവ സാധുഭൂഷണ. യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം ഇതാ. തിതിക്ഷവ കാരുണിക സുഹൃദ സർവദേഹിന. ഓരോ പദങ്ങളും ടൺ ടൺ കണക്കിന് ഭാരമുള്ളതാണ്. അത്ര തൂക്കമുള്ള വാക്കുകളാണ്. തിതിക്ഷവ, ത്യജിക്കുക. ആ ത്യജിക്കുവാനുള്ള മനസ്സുണ്ടാകണം. അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള ആർത്തിയാണ്. 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ ആശ്ചര്യമെന്നതും. എപ്പോഴാണ് മതിയാവുക? അതെല്ലാം മാറ്റി തിതിക്ഷവ. പിന്നെ കാരുണ്യം വേണം. കാരുണ്യം ഭക്തിയുടെ ലക്ഷണമാണ്. കാരുണ്യം അത് കവി വ്യക്തമായിട്ട് പറയും. കാരുണ്യമാണ് ഭക്തി. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നമ്മളോട് ചോദിക്കുക. തൊട്ടടുത്തിരിക്കുന്ന, കഷ്ടമനുഭവിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന, കയറിക്കിടക്കാൻ കൂരയില്ലാതെ കഷ്ടപ്പെടുന്ന, നാണം മറക്കാൻ തുണിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര അഗതികള്. അവരെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ഭക്തര്, നമ്മൾ എന്ത് ഭക്തരെന്നാണ് അവകാശപ്പെടുന്നത്? ആലോചിച്ച് നോക്കൂ. തിതിക്ഷവക്കാരുണികാ സുഹൃദ സർവദേഹിനാം. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈശ്വരൻ ഹൃദയത്തിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താ? ഹൃദയം വിശാലമാകുക എന്നാണ്. ഹൃദയം വിശാലമാകുക. അപ്പൊ ഈ ഹൃദയം വിശാലമാകുക എന്ന് പറഞ്ഞാലോ, ഉള്ളിലുള്ള ഭേദഭാവങ്ങളെല്ലാം മാറ്റുക.
ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും കൊടിയുടെയും എന്തൊക്കെ അതിർവരമ്പുകളാണ് അല്ലേ, ഒക്കെ മാറണം. എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം, എല്ലാവരെയും സേവിക്കാൻ കഴിയണം. ഇതാണ് ഭക്തി. ആ ഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കണം. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നതല്ല. അതാരും ഈ കാണുന്നതാണ് ഭക്തി എന്ന് ധരിച്ചു പോകരുത്. കാണുന്നതല്ല ഭക്തി. ഭക്തി ആ ഭാവമാണ്. ഭാവേഹി വിദ്യത്തെ ദേവഃ തസ്മാത് ഭാവോഹി ദൈവതം. ഭാവമാണ്. ആ ഭാവം എങ്ങനെയാണ് പ്രകടമാകുന്നത്? എങ്ങനെ പ്രകടമാകുന്നു? സേവനത്തിലൂടെ പ്രകടമാകുന്നു. ആ സേവനത്തിലൂടെയാണ് ഭക്തി പ്രകടമാകുന്നതിന് എത്രയോ ആചാര്യന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത് മാനവസേവ മാധവസേവ, ജനസേവ ജനാർദ്ദന സേവ, നരസേവ നാരായണ സേവ. ഇത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്താണ് സേവനമാണ് ഭക്തി എന്നുള്ളതിന് ഈ ഒരൊറ്റ വാക്യം പോരെ? ഇതിൽ കൂടുതൽ എന്ത് വേണം? സേവനമാണ്. ആ ഒരു ഭാവത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഭക്തിയെ ദർശിക്കുന്നത്. ഇന്ന് ദൗർഭാഗ്യവശാൽ സമൂഹത്തിലെ ഏറ്റവും മാർക്കറ്റുള്ള സാധനം ഏത് എന്ന് ചോദിച്ചാൽ ഭക്തിയാണ്. അപ്പോൾ ഏതിനെയും മാർക്കറ്റൈസ് ചെയ്യുന്ന നാട്ടില് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനം ഭക്തിയാണ്. ചൂടപ്പം പോലെ വിൽക്കപ്പെടുന്ന സാധനം ഭക്തിയാണ്. ആ ഭക്തി പലതരത്തിലും വ്യാഖ്യാനിച്ചുകൊണ്ടും നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ പല 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 തരത്തിൽ വികൃതമാക്കിക്കൊണ്ടും മാർക്കറ്റൈസ് ചെയ്യുക. ഒരു 10-20 കൊല്ലം മുൻപേ ആണെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഒന്നും നമുക്ക് പുസ്തകശാലകളിലൊന്നും കാണാൻ സാധ്യമല്ല. എവിടെയെങ്കിലും ആധ്യാത്മിക പുസ്തകങ്ങൾ കിട്ടുന്ന ചില സ്ഥലങ്ങൾ മാത്രമുണ്ട് അല്ലേ. ഇന്ന് നൂറുകണക്കിന് പുസ്തകശാലകൾ. അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ. ഒന്നും യഥാർത്ഥ അതിൻ്റെ തത്വത്തിലേക്ക് ഇറങ്ങാതെ, അതിൻ്റെ താത്വികമായിട്ടുള്ള അംശത്തിലേക്ക് കിടക്കാതെ ഉപരിപ്ലവമായിട്ട് പലതും 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 പറഞ്ഞുകൊണ്ട് പറ്റിക്കൽ പ്രസ്ഥാനം ഇതായിട്ട് മാറുക. അപ്പം നമ്മൾ കുറേയും കൂടെ ജാഗരൂകരാകേണ്ട അവസ്ഥയിലാണ്. മനസ്സിലായില്ലേ? ആരും ധാരാളം ഭക്തന്മാർ കൂടുന്നുണ്ട്, ധാരാളം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നുണ്ട്, ധാരാളം ഉത്സവങ്ങൾ ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വെടിമരുന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടൊന്നും ആരും കൂടുതൽ ആനന്ദിക്കൊന്നും വേണ്ട, ഞെളിഞ്ഞു നടക്കൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ കാലമാണ്, ഭക്തന്മാരുടെ കാലമാണെന്നൊന്നും പറഞ്ഞ് ഞെളിയണ്ട. അല്ല, ഒരു വശത്ത് അത് നമുക്ക് കാണാം, പക്ഷെ അതിൻ്റെ മറുവശവും ചിന്തിക്കുമ്പോൾ വളരെ ഭീകരമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് അനുഗുണം ഇത്രയും ആ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെയും കാരണം എന്താ? മനസ്സ് ആകുലമാണ്. എല്ലാവരുടെയും മനസ്സ് ശാന്തമല്ല. ആ മനസ്സ് വളരെ വളരെ ആകുലമായതുകൊണ്ട് ആര് പറഞ്ഞാലും അങ്ങ് ചെയ്യുക. ആ പൂജ കഴിക്കണം, ശരി. ഈ പൂജ ഹോമം വേണം, ശരി. എന്ത് ചെയ്താലാണ് എൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടുക, സമാധാനം കിട്ടുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണ് സമൂഹം. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു നല്ല നെഗറ്റീവായിട്ട് കാണുന്നതെന്ന് ആർക്കും തോന്നരുതേ, ദയവ് ചെയ്ത്. അങ്ങനെയല്ല, നമ്മൾ രണ്ട് വശവും എപ്പോഴും കാണണം എന്നുള്ളത് കൊണ്ട് മാത്രം പറയാം. ഒന്നിനെയും കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാം നല്ലത്, പക്ഷേ അത് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴേ ആ മാർഗം നന്നാവുള്ളൂ. ലക്ഷ്യം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര ദൂരം നമ്മൾ പോയിട്ട് എന്താ കാര്യം? ലക്ഷ്യത്തിലെത്തുമോ? ഒരിക്കലെത്തില്ല. പോകുന്നുണ്ടാവും. ഏതുപോലെ നമ്മുടെ പഞ്ചമത്തിലെ ഭവാടവിയിൽ പറയുന്ന പോലെ കാട്ടിലൂടെ അവരങ്ങനെ പോവുക കച്ചവടക്കാര്. എവിടെ ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല, ആർക്കും ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നില്ല. അതുപോലെ പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ശരിക്കുമുള്ള ആ ഒരു ഭക്തിയുടെ ലക്ഷണം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം വൈരാഗ്യം പറഞ്ഞു, ഭക്തി പറഞ്ഞു, ആത്മജയം മൂന്നാമത്തേത് പറഞ്ഞു. എന്താ ആത്മജയം? അന്തഃകരണത്തെ സ്ഥിരമാക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ അന്തഃകരണത്തെ, ആ സ്ഥൈര്യമായ അന്തഃകരണം
അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മജയം. ആത്മജയം ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടത് തന്നെയാണ്. ഈ മൂന്ന് സ്വരൂപം അല്ലെങ്കിൽ ഈ മൂന്നിലൂടെയാണ് അല്ലെങ്കിൽ ഈ മൂന്നും ആർജിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ജ്ഞാനം എന്ന് പേര്. അപ്പൊ ജ്ഞാനത്തിന്റെ മൂന്ന് ഘടകങ്ങളാണ് പറഞ്ഞത്: ആത്മജയവും ഭക്തിയും വൈരാഗ്യവും. ഇത് മൂന്നും വേണം. ആ മൂന്നും ചേർന്നൊരവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പേര്. അല്ലാതെയുള്ള നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇന്നത്തെ ഈ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അല്ലേ, അത് ജ്ഞാനമല്ല, അത് വിദ്യയുമല്ല. കാരണം വിദ്യ എന്ത് അവിദ്യ എന്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഭാഗവതത്തിന് വേറെ ലോകത്തിൽ വേറെ എവിടെയും പോണ്ട, ഭാഗവതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഭാഗവതത്തിൽ പറയുന്നുണ്ട് നമ്മളെ ഈശ്വരനിലേക്ക് നയിക്കുന്നത് വിദ്യ. മനസ്സിലായില്ലേ? നമ്മളെ വിഷയങ്ങളിലേക്ക് നയിക്കുന്നത് അവിദ്യ. അപ്പോൾ വിദ്യ കൊണ്ട് മുക്തനാകുന്നു, അവിദ്യ കൊണ്ട് ബദ്ധനാകുന്നു അല്ലേ. മുക്തന്റെയും ബദ്ധന്റെയും ലക്ഷണം പറയുമ്പോൾ പറയും. അപ്പൊ യഥാർത്ഥ വിദ്യ എന്താണ്? യഥാർത്ഥ വിദ്യ എന്ന് പറയുന്നത് ഉപനിഷത്തിൽ പറയും, വിദ്യയാ അമൃതം അശ്നുതേ യാ വിദ്യ സാ വിമുക്തയേ. ഏതൊന്നാണോ നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്നത് അതിനാണ് വിദ്യ എന്ന് പേര്. അപ്പോൾ ആ വിദ്യയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, അറിവ്. അല്ലാതെ 4 ചുമരുകൾക്കുള്ളിൽ ടൈം ടേബിളിനനുസരിച്ച് അധ്യാപകൻ വന്ന് ചൂരലും കാണിച്ച് പഠിപ്പിക്കുന്നതൊന്നും വിദ്യയാണെന്ന് ധരിക്കരുത്. അത് വിദ്യാഭ്യാസമാണെന്നും ധരിക്കരുത്. ഇത് വെറും കുറെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കേന്ദ്രമാണെന്നും ഇവിടെ ഇതിൻ്റെതായ ഒരു സംസ്കൃതി ഉണ്ട് എന്നുള്ളത് മണ്ടത്തരമാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഒരു കാര്യങ്ങളും പഠിപ്പിക്കാത്ത ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് നമുക്ക് വിദ്യ എന്ന് പറയാൻ പറ്റുമോ? ജ്ഞാനം എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടോ? രാമായണം പഠിക്കുമോ? മഹാഭാരതം പഠിക്കുമോ? ഉപനിഷത്തുകൾ പഠിപ്പിക്കുമോ? ഭഗവത്ഗീത പഠിപ്പിക്കുമോ? ഏതെങ്കിലും പഠിപ്പിക്കുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് മുഴുവൻ കലക്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. അതിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല പദം ഏതാ? വിദ്യാഭാസം. അപ്പം അതല്ല യഥാർത്ഥ വിദ്യ. ഏതൊന്ന് നേടിയാലാണോ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഭഗവാനിലേക്ക് അടുക്കുന്നത്, ആ ഭഗവത് പാദത്തിലേക്ക് ഹരിപദത്തിലേക്ക് അടുക്കുന്നത്, ഏതൊന്ന് നേടിയാലാണോ നമ്മൾ ഓരോ വിഷയങ്ങളിൽ നിന്നും മുക്തരാകുന്നത്, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ വരം ധരിച്ചു വെച്ചിരിക്കുന്നത് നല്ല സ്വർണ്ണ വിമാനം ഇങ്ങ് വരും അല്ലേ, വിമാനത്തിൽ അങ്ങോട്ടൊക്കെ കാലെടുത്ത് കയറി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവാം. ഭാഗവതം കേട്ടാൽ എന്താ മോക്ഷം? ആക്ച്വലി എന്താണ് മോക്ഷം അല്ലേ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മുക്തിയാണ്. ഏതിൽ നിന്ന്? ഈ വിഷയങ്ങളിൽ നിന്നുള്ള മുക്തിക്കാണ് മോക്ഷം എന്ന് പേര്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ. ഭാഗവതത്തിൻ്റെ എന്താണ് ഫലം എന്ന് ചോദിക്കുമ്പോൾ സദ്യോ വൈകുണ്ഠ ഫലദായകം എന്നാ അല്ലേ. വൈകുണ്ഠ ഫലദായകം എന്നാണ്. എന്താ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ? കുണ്ഠിതമില്ലാത്ത അവസ്ഥ, മനസ്സിൽ യാതൊരു അസ്വസ്ഥതകളുമില്ലാത്ത അവസ്ഥയുടെ പേരാണ് വൈകുണ്ഠം. ആ ഒരു വൈകുണ്ഠത്തിലേക്ക് നയിക്കുന്ന അറിവാണ് ജ്ഞാനം. ഇവിടെ പറഞ്ഞ ആ ഉത്തരഭാഗത്തില് വേദത്തിൽ പറഞ്ഞ 3 ഒരൊറ്റ ശ്ലോകം എടുത്താൽ മതി. വൈരാഗ്യ ഭക്ത്യാത്മയാനുഭാവിത ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. അപ്പോ വേദത്തിന്റെ അല്ലെങ്കിൽ ആ ജ്ഞാനമാർഗത്തിന്റെ ഉപദേഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ യജ്ഞവരാഹമൂർത്തിയാണ്. നമ്മൾ വിദ്യയുടെ ദേവതയായിട്ട് സരസ്വതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആദ്യ ഗുരുനാഥനായിട്ട് നമ്മൾ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ സദാശിവ സമാരംഭം എന്ന് തുടങ്ങിയത്. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു ഗുരുനാഥനെ പരിചയപ്പെടുകയാണ് ഭാഗവതത്തിൽ.
ഭാഗവതത്തിലെ മറ്റൊരു ഗുരുനാഥനാണ് ആര്? വരാഹ അവതാരം. യജ്ഞവരാഹമൂർത്തി ഗുരുനാഥനായിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരംശമാണ്. എന്താണത്? വിദ്യാഗുരവേ നമോ നമ. വിദ്യാഗുരവേ നമോ നമ എന്നാ പറഞ്ഞു. ആ ഗുരുനാഥൻ ആരാണ്? യജ്ഞവരാഹമൂർത്തിയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ വരാഹമൂർത്തിയെ ഗുരുനാഥനായിട്ട് പറഞ്ഞത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. എന്തുകൊണ്ട് വരാഹമൂർത്തി ഗുരുനാഥനായി എന്ന് ചോദിച്ചാൽ, വരാഹമൂർത്തി നമുക്ക് നൽകുന്നത് യഥാർത്ഥ ജ്ഞാനമാണ്. കാരണം യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണ് ഈ യജ്ഞഭാവം. കാരണം ആ യജ്ഞഭാവം രണ്ട് തരത്തിലും ഉൾക്കൊള്ളണം. ഒന്ന് ആദ്യം പറഞ്ഞ് ആ ദ്രവ്യ യജ്ഞം, മറ്റൊന്ന് ജ്ഞാനയജ്ഞം. ഈ ദ്രവ്യയജ്ഞത്തിലൂടെയും ജ്ഞാനയജ്ഞത്തിലൂടെയും നാം സമാർജിക്കേണ്ടതാണ് വിദ്യ. ആ വിദ്യ നമുക്ക് പറഞ്ഞു തരുന്ന ആളാരാ? സാക്ഷാൽ യജ്ഞത്തെ തന്നെ രൂപമാക്കി വന്ന യജ്ഞവരാഹമൂർത്തി. അതുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ ആരാ? യജ്ഞവരാഹമൂർത്തിയാണ്. എന്നും നമുക്ക് ചൊല്ലാവുന്നൊരു ശ്ലോകമാണ് ഈ വളരെ പ്രധാനപ്പെട്ട നമോ നമസ്തേ അഖിലമന്ത്രദേവതാദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമ. അപ്പോ വേദത്തിൻ്റെ രണ്ട് ഭാഗത്തും പ്രതിപാദിക്കപ്പെടുന്ന ഭഗവാൻ ഒന്നു തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. രണ്ട് ഭാഗത്ത് കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാണ്ഡത്തിലും പ്രതിപാദിക്കപ്പെടുന്ന ഭഗവാൻ ഒന്നു തന്നെയാണ്. ഭാരതീയമായ സങ്കല്പവും അങ്ങനെയാണ്. ഭാരതീയമായിട്ടുള്ള സങ്കല്പത്തിൽ ആത്മീയത വേറെ, ഭൗതികത വേറെ എന്നില്ല. ആത്മീയതയിൽ അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ ഊന്നിയ ഭൗതികതയാണ് ഭാരതത്തിൽ. പലരും പറയുന്നത് ഭാരതം ഭൗതികവാദത്തിനെതിരാണെന്നാണ്. ഒരിക്കലുമല്ല, ഭൗതികവാദത്തിനെതിരല്ല. പക്ഷെ ഭൗതികവാദം ലക്ഷ്യം തെറ്റിയ ഭൗതികവാദമല്ല. ആധ്യാത്മികതയിൽ ഉറച്ച, ത്യാഗഭാവത്തിൽ ഉറച്ച, യജ്ഞഭാവത്തിൽ ഉറച്ച ഭൗതികത. നമുക്ക് ഈ വിഭവങ്ങളെല്ലാം വേണം. വിഭവങ്ങളൊക്കെ അനുഭവിച്ച രാജാക്കന്മാരല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? വിഭവങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. പക്ഷെ അവരും അമിതമായിട്ടുള്ളത് അതല്ല, അതിലുപരിയായിട്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലേ? ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന്റെ മുമ്പിൽ അത് വേണം ഇത് വേണം നമ്മുടെ വലിയൊരു ലേലം വിളിയാണ്, അല്ലേ? അത് തന്നാൽ ഇത് തരാം. മകൻ വളരെ പോക്കാണ് പഠിപ്പിൽ, അവനൊരു 8A+ കിട്ടിയാൽ ഒരു ചുറ്റുവിളക്ക്, അല്ലേ? ഇങ്ങനെയല്ലേ കുറേ ലേലം വിളിയാണ്. അപ്പോൾ ആ ലേലം വിളിയുടെ ഒരു ഭാവമുണ്ട് നമുക്ക് ആദ്യത്തിൽ. അതൊരു പ്രഥമ സോപാനമാണ്, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് മുകളിലോട്ട് കയറുമ്പോൾ കുറേ പടികളില്ലേ, ഇല്ലേ? കുറേ പടി കടന്നിട്ടില്ല ഇവിടെ എത്തേണ്ടത്. അതിൽ ആദ്യത്തെ പടിയിൽ ഇതൊക്കെ ആവാം, എന്ത് ലേലം വിളിയൊക്കെ ആവാം. പക്ഷേ ഈ അവസാനം വരെയും അതാവരുത്. അത് ഭഗവാൻ ഓരോന്ന് ചോദിക്കുമ്പോഴും തരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും ചോദിക്കണം എന്നുള്ള ആർത്തി കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തരുന്നത്? നമ്മുടെ മനസ്സിലുള്ള ആ കാമം അല്ലെ ആഗ്രഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് തരുന്നത്. ഒരു സമ്പത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് സമ്പത്ത് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ഇനി സമ്പത്ത് ചോദിക്കരുത്. അവൻ്റെ ആഗ്രഹം ഇല്ലാതാക്കാൻ, മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് അത്രയും മനസ്സുള്ള മാലിന്യങ്ങൾ മാറ്റി ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോന്നും തരുമ്പോഴും നമ്മളതിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഇതൊക്കെ ഈ സ്വാർത്ഥത അല്ലെങ്കിൽ ഈ അത് വേണം ഇത് വേണം എന്നുള്ള ഭാവങ്ങളൊക്കെ മാറി അതൊക്കെ ഉണ്ടാകാമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് ഉയർന്ന് ആ നിഷ്കാമ അവസ്ഥയിലേക്ക് ഉയരണം. നിഷ്കാമ അവസ്ഥയിലേക്ക് ഉയരണം. കർമ്മങ്ങളൊക്കെ ആകാം. കർമ്മങ്ങളെ ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല, എല്ലാ കർമ്മങ്ങളും ചെയ്യുക. പക്ഷെ ആ സകല കർമ്മങ്ങളും യജ്ഞഭാവത്തിൽ ചെയ്യുക. ആ ഒരു പദത്തിലേക്ക് ഉയരാൻ കഴിയണം. ആദ്യത്തെ പടിയിൽ ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും മെല്ലെ ഉയർന്ന് ഓരോന്നോരോന്നായിട്ട് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി മനസ്സങ്ങോട്ട് ശുദ്ധമാക്കാനോ കഴിയണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ചില ഇടിയും തൊഴിയൊക്കെ തരുന്നത്. പല ആപത്തും വരുന്നതും അപകടം വരുന്നതും രോഗം വരുന്നതും കള്ളം വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നതും ഒക്കെ എന്താ?
നമ്മൾ ഭഗവാൻ ശുദ്ധീകരിക്കുന്ന ഓരോ പ്രക്രിയ. അതിനെ നമ്മൾ ആ തരത്തിലാണ് കാണേണ്ടത്. നമ്മുടെ മനസ്സിൽ ചില അഹങ്കാരം, പണത്തിൻ്റെ പേരിലാണോ അഹങ്കാരം, എന്നാൽ ഞാൻ പണത്തിൽ നിന്ന് മാറും പറഞ്ഞില്ല. ഭഗവാൻ ഭാഗവതത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവസാനം മഴ പെയ്യിച്ച് ഗോവർദ്ധനോദ്ധാരണം കഴിഞ്ഞിട്ട് ഇന്ദ്രൻ വന്ന് കാക്ക വീഴുമ്പോൾ ഇന്ദ്രനോട് പറയുന്നുണ്ട് അല്ലേ, ഇന്ദ്രനോട് പറയുന്നുണ്ട്, മാം ഐശ്വര്യ ശ്രീമദാന്ധ ദണ്ഡപാണിം ന പശ്യതി തമഹം ഭ്രംശയിഷ്യാമി. എന്തിനു വേണ്ടി? യസ്യ ചേച്ഛാമ്യ അനുഗ്രഹം. ഞാൻ ആരെയാണോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്, അവനെ ഏത് കാരണം കൊണ്ടാണോ അവൻ അഹങ്കരിക്കുന്നത്, അത് ഞാൻ അപ്പം ആദ്യം ഒഴിവാക്കും. ചിലപ്പോൾ അവൻ അധികാരത്തിൻ്റെ പേരിലാണെങ്കിൽ അവൻ ഇന്നലെ മന്ത്രി, ഇന്ന് പൊത്തോ മറ്റേ താഴെ കിടക്കുന്നു. പണത്തിൻ്റെ പേരിലാണ് അവൻ അഹങ്കരിക്കുന്നെങ്കിൽ നിർധനനായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരവസ്ഥ പോലും നമ്മൾ എങ്ങനെ കാണണം? ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണണം. നമ്മുടെ പണം പോകുന്നത്, നമുക്ക് രോഗം വരുന്നത്, നമുക്ക് അപകടം വരുന്നത്, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. കാരണം എന്താ? എന്തോ നമ്മുടെ ഭാഗത്ത് ചെറിയ പിഴവ് വന്നിട്ടുണ്ട്. എവിടെയോ മനസ്സിൽ അഹം അല്ലെങ്കിൽ മമ വന്നിട്ടുണ്ട്. അപ്പോൾ അഹം മമ ഇത് നീക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ചില ലീലകൾ ചെയ്യുക. ഈ തരത്തിൽ ദുഃഖത്തെയും അല്ലെങ്കിൽ രോഗത്തെയും നഷ്ടത്തെയും ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഭാവാത്മകമായിട്ട് സ്വീകരിക്കാൻ കഴിയണം. ആ ഒരു ഭാവം ഉണ്ടാകണം എന്നർത്ഥം. അങ്ങനെ ആ ഒരു ഹൃദയ സംസ്കാരം ഉടലെടുക്കണം. ആ ഹൃദയ സംസ്കാരം ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലെങ്കിൽ ആ ഹൃദയ സംസ്കാരത്തെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ. ആ പുണ്യകർമ്മങ്ങളിലൂടെ, യജ്ഞയാഗാദികളിലൂടെ, ദാനധർമാദികളിലൂടെയൊക്കെ ആ സംസ്കാരം പൂർണ്ണമാകുന്നു, ഹൃദയ സംസ്കാരം പൂർണ്ണമാകുന്നു. ആ ഹൃദയ സംസ്കാരം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശ്വരൻ്റെ ആ സ്വരൂപത്തെ വേണ്ടതുപോലെ നമുക്ക് മനസ്സിൽ തെളിഞ്ഞു കാണാൻ കഴിയും. ഇതിനാണ് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഗൃഹസ്ഥനായിക്കൊണ്ട് വീട്ടിലിരുന്നും ചെയ്യാവുന്നൊരവസ്ഥയാണ്. ഹിമാലയത്തിൻ്റെ എവിടെയെങ്കിലും ഗുഹകളിൽ പോയിട്ട് മൂക്കും പിടിച്ചിരുന്നാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരമാവുകയുള്ളൂ എന്ന് ധരിക്കരുത്. നമുക്ക് നമ്മുടെ ഏതവസ്ഥയിലും എവിടെ ഇരുന്നു കൊണ്ടും മനസ്സിനെ ആണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയരുവാൻ കഴിയും. അത് സ്വന്തം ഭവനത്തിൽ ഇരുന്നു കൊണ്ടുമാകാം. പ്രിയവ്രതനോട് ബ്രഹ്മാവ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പ്രിയവ്രതൻ പറഞ്ഞേ എനിക്ക് പറ്റുകയില്ല എന്ന്. ബ്രഹ്മാവ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രിയവ്രത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ അല്ലെ. ഭഗവാൻ പറഞ്ഞ അതേ കാര്യം തന്നെ ബ്രഹ്മാവ് അവിടെ പ്രിയവ്രതനോട് പറയുന്നുണ്ട്. നീ ഇവിടെ നിന്റെ കൊട്ടാരത്തിലിരിക്കൂ, കൊട്ടാരത്തിൽ അധികാര കസേരയിലിരിക്കൂ, എന്നിട്ട് പ്രജാപരിപാലനം ചെയ്യൂ, പക്ഷേ നിർമ്മമനായിട്ട്. അങ്ങനെ നിർമ്മമനായിട്ട് പ്രജാപരിപാലനം ചെയ്യുന്നതിലൂടെ നിനക്കെത്താം. നീ ആ കാട്ടില് ഗുഹയിലിരുന്ന് തപസ് ചെയ്യുന്ന, ആശ്രമത്തിൽ പർണകുടീരത്തിൽ ഇരുന്ന് തപസ് ചെയ്യുന്നത് പോലെ സിംഹാസനത്തിലിരുന്ന് തപസ് ചെയ്യുന്നതാണ് പ്രിയവ്രത മിടുക്ക്. യഥാർത്ഥത്തിൽ പർണശാലയിൽ കാട്ടിലിരുന്ന് തപസ് ചെയ്യുന്നതിനേക്കാൾ നീ കെങ്കേമനാവുകയാണ്. എപ്പോ? ഈ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്നിട്ടും നിനക്ക് ഇതെല്ലാം വേണ്ട എന്ന് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീയാണ് ശ്രേഷ്ഠൻ ലോകത്തില്. ആ ഒരു ഭാവം, ഒരവസ്ഥയിലേക്ക് ഉയരാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു യജ്ഞഭാവം. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ യജ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ ആ പദം, നമ്മൾ ഇനി ഈ പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം നിസ്വാർത്ഥമായ ഭഗവത് ഭക്തിപൂർവകമായ ഭഗവത് അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണം. ആ സമർപ്പണം എന്നുള്ള ഭാവം അത് ഏത് ലെവലിലായാലും, ജ്ഞാനത്തിൻ്റെതായാലും കർമ്മത്തിൻ്റെതായാലും. അപ്പോൾ കർമ്മ കാണ്ഡവും ജ്ഞാനകാണ്ഡവുമായിട്ട് വേദത്തെ രണ്ടാക്കി തിരിച്ച് അതിലുള്ള അംശങ്ങളെ വ്യക്തമാക്കി കൊടുത്ത് ഒരൊറ്റ ശ്ലോകത്തിലൂടെ തന്നെ യജ്ഞഭാവത്തെ പരിപൂർണമായിട്ടും അവിടെ സൂചിപ്പിച്ചു. ആ ധ്യാനത്തിൽ സവൈബത ഭ്രഷ്ടമതിസ്തവൈഷത്തെ യർമ്മണാം പാരമപാര കർമ്മണ യദ്യോഗമായാ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിധേഹിശം. സ്തുതി ഉപസംഹരിക്കുകയാണ് അവിടെ. ഈ ലോകത്തെ
സമസ്ത ലോകത്തെയും വേണ്ടതുപോലെ പരിപാലിക്കണമേ എന്ന് പറഞ്ഞ് സ്തുതി സമർപ്പിച്ചു. അവര് ഇത്രയും സ്തുതിച്ചു. അതിനുശേഷം ഭഗവാൻ ആ ഭൂമിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം തൻ്റെ ആ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് വരാഹമൂർത്തി ആ ഒരു രൂപത്തെ ഉപസംഹരിച്ചു. ഈ ഒരു ചരിത്രം ആരാണോ കേൾക്കുന്നത് അവർ വിരക്തരായിത്തീരും എന്നൊക്കെ പറഞ്ഞു, ഫലശ്രുതിയോടുകൂടിയിട്ട് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ശ്രോതാവിന് വീണ്ടും സംശയം. ഇത്രയും കേട്ടപ്പോ വീണ്ടും ചോദിച്ചു. തേനൈവ തു മുനിശ്രേഷ്ഠ ഹരിണായജ്ഞമൂർത്തിന ആദിദൈത്യോ ഹിരണ്യാക്ഷോ ഹതയിത്യനുശുശ്രുമ തസ്യ ജോദ്ധരതക്ഷോണിം സ്വദംഷ്ട്രാഗ്രേണ ലീലയാ ദൈത്യരാജസ്യ ച ബ്രഹ്മൻ കസ്മാത് ഹേതോരഭൂന്മൃധ. എന്താ ഇതേ ഈ യജ്ഞവരാഹമൂർത്തി തന്നെയല്ലേ ആദിദൈത്യനായിട്ടുള്ള ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചുണ്ടല്ലോ? അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ. എന്താണ് ഈ ദൈത്യരാജൻ വരാഹമൂർത്തിയുമായിട്ട് യുദ്ധം ചെയ്യുവാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ മൈത്രേയ മഹർഷിക്ക് സന്തോഷായി. സാധുവീര ത്വയാ പൃഷ്ടം, അല്ലേ? സാധു നന്നായി എന്നാണ്. ഇതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അംശമാണ്. കാരണം വക്താവും ശ്രോതാവും തമ്മിലൊരു സംവാദത്തിൽ എപ്പോഴും വക്താവ് ശ്രോതാവിന് മുൻതൂക്കം കൊടുക്കണം, കേൾക്കുന്നവർക്ക് പ്രാധാന്യം കൊടുക്കണം. കേൾക്കുന്നവരെ പരിപൂർണമായിട്ടും അംഗീകരിച്ചുകൊണ്ടായിരിക്കണം വക്താവ് പറയുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും ആ പരീക്ഷിത് ശ്രീശക സംവാദത്തിൽ ഇത് വ്യക്തമായിട്ട് കാണാം. എത്ര സ്വാതന്ത്ര്യമായിട്ടാണ് പരീക്ഷിത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? എത്രയോ സന്ദർഭങ്ങളിൽ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ചോദിക്കുകയാണ്. എന്തിന്? ഭഗവാനെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. ഭഗവാനെ വളരെ കണിശമായിട്ടും കർക്കശമായിട്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിലൂടെയാണ് ശരിക്കും പ്രഹ്ലാദ ചരിതം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വളരെ കർക്കശമായിട്ട് ചോദിക്കുകയാണ്. ഭഗവാന്റെ ഇത് തെറ്റല്ലേ ചോദിക്കുന്നുണ്ട്. അസുരപക്ഷപാതിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അല്പം പോലും ക്ഷോഭം വരാതെ വളരെ സൗമ്യനായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി ഓരോ ചോദ്യങ്ങളെയും അംഗീകരിക്കുകയാണ്. വളരെ അംഗീകരിക്കുകയാണ്, അഭിനന്ദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു വക്തൃ ശ്രോതൃ ബന്ധത്തെ നമുക്ക് കാണിച്ചു തരാം ഭാഗവതത്തിൽ. ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ അധ്യാപകന്മാർക്കുള്ള പാഠങ്ങളിൽ കുറേ ഇതുപോലുള്ള പുരാണങ്ങൾക്ക് പാഠകോ ഗുണ, പാഠകൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയും. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ശിഷ്യൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തെ നമുക്ക് പ്രകടമാക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വായടക്കട ഇരിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ചോദിക്കൂ ഇല്ല. ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. സംവാദം പല വിഷയങ്ങളിലേക്കും കടക്കാൻ സാധിക്കും. സാധു നന്നായി, നല്ല ചോദ്യം, വളരെ സന്തോഷമായി. പിന്നെ ആ ഹരികഥ, കാരണം അങ്ങയുടെ ആ താല്പര്യം എന്ന് പറയുന്നത് എന്താ? മൃത്യു പാശ വിഷാദനീം. മൃത്യുപാശത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ത്? ഹരികഥ. ആ ഹരികഥയെക്കുറിച്ചല്ലേ അങ്ങ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയാ സന്തോഷം ഉണ്ടാവാതിരിക്കുക? യഥാർത്ഥത്തിൽ നാരദിൽ നിന്നും ഹരികഥയെ കേട്ടിട്ടുള്ള ധ്രുവൻ മൃത്യുവിൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ടാണ് ധ്രുവപദത്തിലേക്ക് പോയത്, അല്ലേ? അപ്പോൾ ഹരികഥകൾ കേട്ടാൽ എന്തു തന്നെ സാധിക്കുകയില്ല. ഏതായാലും ഇതിനെ മറ്റൊരു കഥയിലേക്ക് നമുക്ക് കടക്കാം എന്ന് പറഞ്ഞ് നേരെ പൂർവ്വകഥയിലേക്ക് കിടക്കാം. ഏതാത് ദിതിയുടെയും കശ്യപൻ്റെയും ആ കഥയിലേക്ക് പ്രവേശിക്കുന്നു. ദക്ഷപുത്രിയായിട്ടുള്ള ദിതി വരുന്നു, കശ്യപ പ്രജാപതിയെ സമീപിക്കുന്നു. സന്ധ്യാസമയം.
സന്ധ്യാസമയത്താണ് വന്ന് പറയുന്നത്, അങ്ങയുടെ മറ്റ് സപത്നിമാർ അവർക്കൊക്കെ സന്താന സൗഭാഗ്യം, എനിക്കില്ല. ഞാൻ വളരെ ദുഃഖിതയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സന്താന സൗഭാഗ്യം വേണം. അവരുടെ സമൃദ്ധി കണ്ട് എനിക്ക് ആ മനസ്സിന് ക്ലേശം, എനിക്കും ആ ഒരു സൗഭാഗ്യം തരണം എന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ചു. വളരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും. കാരണം ആ പത്നിയുടെ സ്ഥാനം അത് പരിപൂർണമായിട്ടും എനിക്കറിയാം, ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കിത്തരാം. സാന്ത്വനിപ്പിച്ചു, സമാധാനിപ്പിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോഴല്ല, കാരണം സമയം നല്ലതല്ല. യശാ ഘോരതമാവേല, ഇത് അത്യന്തം ഘോരമായിട്ടുള്ള സമയമാണ്. നല്ല സത്കർമ്മങ്ങൾക്ക് പറ്റിയ സമയമല്ല. ആ ഒരു സത്കർമ്മങ്ങൾക്ക് പറ്റിയ സമയമാകുമ്പോൾ ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. സദ്യയല്ല, അല്പം പോലും നാണമില്ലാതെ ഭർത്താവിനെ കയറി പിടിച്ചു എന്നാണ്. ശരി, അപ്പോൾ അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി, ഏതായാലും ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. ഭഗവത് സങ്കല്പമല്ലെങ്കിൽ ഇങ്ങനെ തോന്നാൻ സാധ്യതയില്ല. ശരി, ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ അതിന് വഴങ്ങിക്കൊടുത്തു. ആ കശ്യപ പ്രജാപതിയിൽ നിന്നും ആ ഒരു ചൈതന്യം ദിതിയിലേക്ക്. പക്ഷേ അപ്പോഴേക്കും ഒരു പശ്ചാത്താപം തോന്നി. ഞാൻ അരുതാത്തതാണ് ചെയ്തത് എന്ന് തോന്നി. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, എനിക്ക് അങ്ങയെ അനുസരിക്കാഞ്ഞതിലും അതിലുപരി അങ്ങ് പറഞ്ഞു, യഥാർത്ഥത്തിൽ മഹാദേവന്റെ സമയമാണ്. മഹാദേവൻ ആ ഭൂതപതി ഭൂതങ്ങളുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്, ആരാധനയുടെ സമയമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആരാധനയുടെ സമയത്തിൽ ആരാധിക്കാതെ ഈ ഒരു കൃത്യം ചെയ്തത് മഹാദേവന് വല്ല കോപം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗർഭത്തെ ബാധിക്കും. അതാണ് അവിടെയും സ്വാർത്ഥതയാണ്. എൻ്റെ ഗർഭത്തെ ബാധിക്കും, അത് ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ശാപമാണ്. ആ ശാപം കാരണം നീ എന്നെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, നീ അപമാനിച്ചു മഹാദേവനെ. അതുകൊണ്ട് തന്നെ നിനക്ക് 2 കുട്ടികൾ അല്ലേ? ആ 2 കുട്ടികളും ലോകത്തിന് മുഴുവൻ അക്രമത്തെയും നാശത്തെയും വിതയ്ക്കും. സകല ലോകരും ശപിക്കും. അവസാനം പൊറുതുമുട്ടിയിട്ട് ഭഗവാൻ തന്നെ വന്ന് നിന്റെ 2 മക്കളെയും നിഗ്രഹിക്കും. ഇതാ ശാപം. പക്ഷെ ദിതി ആ ശാപത്തെ ശാപമായിട്ടല്ല കണ്ടത്. അപ്പൊ തന്നെ പറഞ്ഞു, ഇത് വലിയ അനുഗ്രഹമാണല്ലോ, ഭൂയാൻ അനുഗ്രഹ, ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താ, ഞാൻ ഒരു കുട്ടി വേണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ പല സ്ഥലത്തുണ്ടോ, 1 എടുത്താൽ 1 ഫ്രീ അല്ലേ? അപ്പോൾ 1 ചോദിച്ചുള്ളൂ, എത്രയാ? 2. ഇതിൽ കൂടുതൽ ഇന്ന് സന്തോഷം എന്താ ഉണ്ടാവേണ്ടത്? പിന്നെ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ? അതിനേക്കാൾ വലിയ സന്തോഷം സാക്ഷാൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് അവർ ഹനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോക്ഷം എന്നാണ്. അപ്പോൾ എനിക്ക് 1 കുട്ടിയല്ല 2 കുട്ടി ഉണ്ടാവും, 2 കുട്ടികൾക്ക് മോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹമല്ലേ, ശാപമല്ല, അനുഗ്രഹമാണ്. വലിയ ഒരു അനുഗ്രഹമാണ് അങ്ങ് നൽകിയത്. വളരെ വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ദിതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യത്തെ ആ കോപം ഒക്കെ ഒന്ന് കോപമടങ്ങി അനുഗ്രഹിച്ചു. എന്താ അത്? പൗത്രൻ, പരമഭാഗവതനായിട്ടുള്ള പൗത്രൻ ഉണ്ടാകും. അവിടെയാണ് പ്രഹ്ലാദനിലേക്ക് കിടക്കുന്ന. എവിടെയാണ് പ്രഹ്ലാദൻ്റെ ആ ഒരു തുടക്കം? പരമഭാഗവതനായിട്ട് പൗത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതിനുശേഷം ഭഗവത് സ്മരണയിൽ വിഘ്നം വരാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു. അവിടുന്ന് ആ ഒരു രംഗം അവിടെ കഴിഞ്ഞു. പിന്നെ ഗർഭാവസ്ഥ പറയുന്നുണ്ട്. ഗർഭത്തിൽ ഈ 2 പേരും ഗർഭത്തിലിരിക്കുമ്പോഴേക്ക് തന്നെ ലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങുക. പിന്നെ പുറത്തേക്ക് വന്നാലുള്ള സ്ഥിതി പറയാനുണ്ടോ?
ദേവന്മാര് ബ്രഹ്മാദി ദേവതകളെ ആ ബ്രഹ്മാവിനെ പോയിട്ട് ശരണം പ്രാപിച്ചു, രക്ഷിക്കണം, കാരണം വലിയ പ്രയാസം, രക്ഷയില്ല ഇവിടെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കാനില്ല, കാരണം ഈ ദിതിയുടെ ഗർഭത്തിലിരിക്കുന്നവരാരാ? യഥാർത്ഥത്തില് ഭഗവാന്റെ 2 പരമഭക്തന്മാര്. ഭക്തന്മാരോ? അതെ. അപ്പോഴാണ് ആ കഥയുടെ ഇടയിൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. എത്രയായി ഇപ്പോ അല്ലേ? തുടക്കം എവിടുന്നാ? സൂതശൗനക സംവാദം അല്ലേ? അതിൻ്റെ അടുത്ത പരീക്ഷിത് ശ്രീശുക സംവാദം അല്ലേ? അതിന് അകത്ത് ഓരോരോ പെട്ടിയായിട്ട് നിങ്ങൾ കൽപ്പിച്ചാൽ മതി അല്ലേ? ഓരോ ബോക്സ്, അതിനിടയിൽ ഒരു റൗണ്ട് അല്ലേ? അതിനകത്ത് പരീക്ഷിത് ശ്രീശുക സംവാദത്തിനകത്ത് വിതുരമൈത്രേയ സംവാദം അല്ലേ? വിതുരമൈത്രേയ സംവാദത്തിനകത്ത് ബ്രഹ്മദേവ സംവാദം. ബ്രഹ്മദേവ സംവാദത്തിനകത്താണ് മറ്റൊരു കഥ പറയുന്നത്. അപ്പോൾ ഏകദേശം 5 or 6 ചുരുളുകളായി. പക്ഷെ രസമാണ് ഭാഗവതത്തിൽ ഇങ്ങനെ ഇത് ഈ തരത്തിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. മറ്റൊരു കഥ പറയാണ് അല്ലേ? മാനസാമേ സുത യുഷ്മത് പൂർവജാസനകാദയ ചേരുർവിഹായ സാലോകാൻ ലോകേഷു വിഗതസ്പൃഹാഃ തേ ഏകദാ ഭഗവതോ വൈകുണ്ഠസ്യ അമലാത്മന യയുർവൈകുണ്ഠനിലയം സർവലോക നമസ്കൃതം. മാനസാമേ സുതാഹ, മേ മാനസാഹ സുതാഹ, എൻ്റെ മാനസപുത്രന്മാര്. ആര്? സനകാദികള്. അവരൊരിക്കല് എവിടെ പോയി? വൈകുണ്ഠത്തിൽ പോയി. വൈകുണ്ഠത്തിൽ പോയപ്പോൾ അവിടെ തടഞ്ഞു. ആര്? ജയവിജയന്മാര് തടഞ്ഞു. കാരണം എന്താ? സനകാദികള് ദശാർദ്ധ വയസ്സാ അല്ലേ? എത്ര പ്രായം? 5 വയസ്സാ അല്ലേ? അപ്പൊ പിന്നെ ആർക്കും പീക്കിരി പിള്ളേര് നല്ലേ തോന്നുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഈ പീക്കിരി പിള്ളേർക്കേ പോകാനുള്ളതല്ല വൈകുണ്ഠം. തടഞ്ഞു. അതും ചൂരൽ കൊണ്ട് തടഞ്ഞു എന്നാ. എത്ര ഇഷ്ട വടി കൊണ്ട് തടഞ്ഞു എന്നാ അല്ലേ? കുട്ടികളെ ചൂരൽ കാണിച്ചിട്ട് പേടിപ്പിക്കുന്നില്ലേ? അതുപോലെ പറ്റില്ല, അകത്തേക്ക് കിടക്കാൻ സാധ്യമല്ല. ഈ ഒരു തടഞ്ഞ സമയത്ത് പ്രയാസായി. ആർക്ക്? സനകാദികൾ. കാരണം അവരങ്ങനെ പരമാനന്ദത്തോടു കൂടിയിട്ട് ആ വൈകുണ്ഠത്തിൻ്റെ ആ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വരിക. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വരുന്നതിനിടയിലാണ് ഈ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ ഉള്ളൊരു തടയൽ വന്നത്. ആ തടഞ്ഞത് കൊണ്ട് പെട്ടെന്ന് അവർക്ക് പ്രയാസമായി എന്ന് മാത്രമല്ല, ദേഷ്യം വന്നു, ക്രോധം വന്നു അല്ലേ? ക്രോധം വന്നു. ആർക്ക്? ജ്ഞാനികൾക്ക് എന്ന് പറഞ്ഞ മോശമല്ലേ? പരമജ്ഞാനികളാണ്. കാരണം അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. പരമജ്ഞാനികളായിട്ടുള്ള സനകാദികൾക്ക് ക്രോധം വരാൻ പാടില്ല. പക്ഷെ ക്രോധം വന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് വ്യാസഭഗവാൻ എന്തു പറഞ്ഞു? ക്രോധം എന്ന് പറഞ്ഞില്ല, കാമാനുജേന. ക്രോധം എന്ന് നേരിട്ട് പറഞ്ഞാൽ കുറച്ചല്ലേ? അതുകൊണ്ട് കാമാനുജന്ന. കാമത്തിന്റെ അനിയനാണ് ആര് അല്ലേ? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര്യങ്ങൾ അല്ലേ? 8 പേരല്ലേ? അതിൽ അനിയനായിട്ട് വരും ആര്? ക്രോധം. അപ്പോൾ കാമാനുജേന. അപ്പോൾ കാമാനുജൻ എന്നാ പറഞ്ഞത്. ദേഷ്യം വന്നു ശരിക്കും. അത് വന്നു ശപിച്ചു. ശാപം പറയുന്നുണ്ട് അവിടെ, അധപ്പതനം. കാരണം നിങ്ങൾക്ക് വൈകുണ്ഠത്തിലിരിക്കാൻ യോഗ്യതയില്ല. കാരണം എന്താ? വൈകുണ്ഠം എന്ന അവസ്ഥയ്ക്ക് പിന്നെ ഭേദബുദ്ധിയില്ല. താത്വികമായിട്ട് ചിന്തിച്ചാൽ വൈകുണ്ഠം എന്നുള്ള അവസ്ഥ എന്താ? വിഗതം കുണ്ഠമ അല്ലേ? കുണ്ഠിതമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ അല്പം പോലും അസ്വസ്ഥതകളില്ല. അപ്പോൾ അസ്വസ്ഥതകളില്ലാത്ത മനസ്സ്, സ്വസ്ഥമായ ആ സ്വസ്ഥചിത്തം വന്നാൽ പിന്നെ ഭേദബുദ്ധിയില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭേദബുദ്ധി വന്നിരിക്കുന്നു. കുട്ടികൾ, വലിയവര്, അറിവുള്ളവര്, അറിവില്ലാത്തവര് എന്നൊക്കെയുള്ള ഭേദബുദ്ധി വന്നില്ലേ? അപ്പോൾ ഭേദബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്ഥാനമില്ല, വൈകുണ്ഠത്തിൽ നിങ്ങൾക്ക് യോഗ്യതയില്ല അല്ലേ? ചിത്രകീർത്തി ശാപത്തിൽ നായം അർഹതി വൈകുണ്ഠ പാദമൂലോപസർപ്പണം. അതുപോലെയാ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. ശപിച്ചു. അസുരയോനിയിലെ പിറന്നു പോകട്ടെ എന്ന് ശപിച്ചു. അതും 1 അല്ല 3 ജന്മം ശപിച്ചു. ശപിച്ചപ്പോൾ ആ ശാപം കേട്ടതും കൽക്കൽ വീണ് നമസ്കരിച്ചു. അത് രക്ഷിക്കണം.
ഏതായാലും ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് രക്ഷയില്ല എന്നവർക്കറിയാം. അപ്പം ഇനി എന്താണ് വഴി എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ഒരൊറ്റ ആഗ്രഹം അവർ പറഞ്ഞു. എന്താണ്? ഭഗവത് സ്മരണയുണ്ടാകണം. എങ്ങനെ എവിടെ വേണമെങ്കിലും നമ്മൾ പോയിട്ട് ഏത് അസുരനായിട്ട് വേണമെങ്കിലും ജീവിച്ചോളാം. പക്ഷെ ഒരൊറ്റ ആഗ്രഹമുണ്ട്. എന്താണത്? ഭഗവത് സ്മരണ വിട്ടുപോകരുത്. അതിന് അനുഗ്രഹിക്കണം, തെറ്റ് ചെയ്തു പോയി മാപ്പാക്കണം. ശാപമോക്ഷമൊന്നും പറയുന്നില്ല. ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ ഒരു ചർച്ച ഗേറ്റിൽ കശപിശ അല്ലേ, ആര്? സാക്ഷാൽ ഭഗവാൻ നേരിട്ട് വന്നു. എന്തോ ഗേറ്റിൽ എന്തൊക്കെയോ ബഹളം നടക്കുന്നുണ്ടല്ലോ അല്ലേ. വന്നു നോക്കുമ്പോഴേക്കും ആരാ? പരമജ്ഞാനികൾ 4 പേര്. ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഭഗവാൻ തന്നെ ഇടപെട്ടു. ഭഗവാൻ മാപ്പ് പറയുകയാണ് സനകാദികളോട് അല്ലേ. ഒരവസ്ഥ നോക്കും, ആലോചിച്ചു നോക്കും. ഭഗവാന്റെ ആ കാരുണ്യം. തെറ്റുപറ്റിയത് എനിക്കാണ്. കാരണം എന്താ? നിങ്ങൾ ഇത്രയും മഹാജ്ഞാനികൾ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വന്നിപ്പോൾ ഞാൻ നിങ്ങൾ വന്ന് ഗേറ്റിൽ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോകേണ്ടതല്ലേ. ഞാൻ ഗേറ്റിൽ വന്ന് നിങ്ങളെ സ്വീകരിച്ച് കൊണ്ടുപോകാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവിടെയും നമുക്ക് കാണിച്ചു തരുന്നു എന്താണ് അതിഥി ദേവോ ഭവ അല്ലേ. ഇങ്ങനെ എല്ലാം ഭാഗവതത്തിൽ ഓരോരോ ഉപദേശങ്ങളാണ്. ആ ഒരൊറ്റ ഒരു ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാണ് അതിഥികളെ നമ്മൾ എത്ര ആ യജ്ഞഭാവത്തോടു കൂടിയിട്ടാണ് അതിഥി പരിചരണം ചെയ്യേണ്ടത് നമുക്ക് കാണിച്ചു തരാം. ഭഗവാൻ തന്നെ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവരോട് പറയാം, മാപ്പ് പറയാം, തെറ്റുപറ്റിപ്പോയി. അതുകൊണ്ട് ഏതായാലും പിന്നെ ഇവർക്ക് ഇത് കിട്ടേണ്ടതാ. അതും എൻ്റെ ഒരു സങ്കല്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മഹാജ്ഞാനികൾക്ക് ശപിക്കാൻ തോന്നും. അപ്പം മഹാജ്ഞാനികൾക്ക് ശപിക്കാൻ തോന്നിയത് എൻ്റെ സങ്കല്പമാണ്. അതിൽ നിങ്ങൾ അല്പം പോലും ഖേദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു, ആശ്വസിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു ഇദ്ദേഹം നേരത്തെ തന്നെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. പണ്ട് ലക്ഷ്മി ദേവിയെ ഇതേപോലെ തടഞ്ഞ വിദ്വാന്മാരായവർ. അപ്പോൾ കിട്ടേണ്ടത് ഇപ്പോൾ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ഖേദിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സനകാദികൾക്ക് ഖേദം തോന്നി. കാരണം ഇത്രയും ഇങ്ങനെയുള്ളൊരു ഭഗവാന്റെ പാദസേവകന്മാരെയല്ലേ ശപിച്ചത് എന്നൊക്കെ തോന്നി. അതുകൊണ്ട് ഭഗവാനോട് അവർ പറഞ്ഞു, നമ്മളും അവരോടൊപ്പം അസുരയോന്യം പോയിട്ട് ജനിച്ചോളാം, ഇതിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. ആ ഭഗവത് ദർശന പുണ്യത്തോടു കൂടിയിട്ട് അവരവിടെ നിന്നും യാത്രയായി എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവരുടെ ജനന വൃത്താന്തം പറയുന്നു. ആ ജനനവും ഘോരമായിട്ടുള്ള ആ സകല ദുശഗുണങ്ങളും ജനിച്ച് ഭൂമിയിലേക്ക് 2 ഹിരണ്യകശിപും ഹിരണ്യാക്ഷനുമായിട്ട് പുറത്തേക്ക് വരുന്നു. എന്താണ് അതിൻ്റെ ആ തത്വം അവിടെ പറഞ്ഞാൽ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വരുമ്പോഴേക്കും ലോകം മുഴുവൻ തപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താപം ആണ്. താപം തപിക്കുക എന്നല്ലേ പറഞ്ഞത്? തപിക്കുകയാണ്. എന്താണ് താപം? ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം അല്ലെ, 3 താപമാണ് അല്ലെ. ഭാഗവതത്തിലെ മഹാത്മ്യം തുടങ്ങുന്നത് തന്നെ എന്താണ്? താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ അല്ലെ. താപത്രയം, അതാണ് താപം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് തപിക്കുക? ഈ താപത്തിൻ്റെ മുഴുവൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികവാദമാണ്. ഭൗതികവാദമാണ്. ആധ്യാത്മികതയിൽ വിശ്വസിക്കാത്ത ഭൗതികവാദം എന്തിനുണ്ടാക്കുന്നു? താപത്തെ ഉണ്ടാക്കുന്നു. ഹിരണ്യകശിപുവാണ്. കശിപു എന്ന് പറഞ്ഞാൽ എന്താ? തലയണ അല്ലേ. ഹിരണ്യം എന്ന് പറഞ്ഞാലോ സ്വർണം അല്ലേ. അപ്പോൾ സ്വർണം തന്നെ തലയണയായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ. അപ്പോൾ ഭൗതികതയുടെ ശരിക്കുള്ള പ്രതീകം. മറ്റെദ്ദേഹോ കണ്ണ് എവിടെയുള്ളൂ? സ്വർണത്തിലേ ഉള്ളൂ അല്ലേ. സ്വർണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതികം. എന്തായാലും സകലത്വം അത് വേണമെന്നുള്ള ആ സകല വിഷയങ്ങളും അതൊക്കെ ഹിരണ്യം അല്ലേ. ആ സമ്പത്തിൽ മാത്രം ദൃഷ്ടി, സമ്പത്ത് തന്നെ തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങുന്നൊരു അവസ്ഥ. വെറും ഭൗതികം എന്നാണ് അതിൻ്റെ അർത്ഥം. വെറും ഭൗതികവാദം. ഇച്ഛ, ഉത്കടമായിട്ടുള്ള ആ ഇച്ഛകളാണ്, വിഷയേച്ഛയാണ്. അപ്പോൾ വിഷയേച്ഛ കൂടി കഴിഞ്ഞാൽ എന്താ ഫലം? താപം. പല താപങ്ങൾ നമ്മളിന്ന് അനുഭവിക്കുന്ന ഓരോ താപം എടുത്തു നോക്കും.
മനസ്താപം ആദ്യം അതാണല്ലോ, മനസ്സിനെയാണ് മനസ്സ് അസ്വസ്ഥ. ഞാൻ നേരത്തെ ഭക്തന്മാരുടെ എണ്ണം കൂടുന്നു, ജീർണോദ്ധാരണം കൂടുന്നു ഒക്കെ പറഞ്ഞ ഇതാണ് മനസ്താപമാണ്. മനസ്സിങ്ങനെ തപിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാൽ ഈ മനസ്സിനൊന്ന് തണുപ്പിക്കാം? മനസ്സ് തണുക്കുന്നില്ല, മനസ്സ് ചൂടിലാണ്, തപിക്കുകയാണ്. പല 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 പ്രശ്നങ്ങൾ, ചെറിയ 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 അസ്വസ്ഥതകൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുടെ ആവാസ കേന്ദ്രം കേരള അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് ഒന്നാം സ്ഥാനമുണ്ട് കേരളത്തിന്, അറിയാം നിങ്ങൾക്ക് അല്ലേ. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ മനോരോഗികളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി ആത്മഹത്യ നടക്കുന്നത് കേരളത്തിൽ. കുറേ ഒന്നാം സ്ഥാനമുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ സാക്ഷരതയിൽ മാത്രമേ ഒന്നാം സ്ഥാനമുള്ളൂ എന്നാണ്. സാക്ഷരതയിൽ മാത്രമല്ല ഒന്നാം സ്ഥാനം, ഇതിലുണ്ട് രാക്ഷസതയിലുണ്ട് അല്ലേ. എന്താ പറയണ കാരണം? സാക്ഷരാഹ വിപരീതാശ്ചേത് രാക്ഷസായേവ കേവലം. സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് സ്റ്റിക്കർ നെറ്റി കൊട്ടിച്ച് നടക്കുന്നതിനെ കൊണ്ടൊന്നും കാര്യമില്ല. അതല്ല, സാക്ഷരാഹ എന്ന് എഴുതിയിട്ട് തിരിച്ചു വായിച്ചേ. സംസ്കൃതത്തിൽ സാക്ഷരാഹ എന്ന് എഴുതൂ, എന്നിട്ട് തിരിച്ചു വായിച്ചേ. അപ്പൊ സാക്ഷരന്മാര് തലതിരിഞ്ഞാൽ ആരാവും? അതാണ് നമ്മൾ കാണുന്നത്. ആ തലതിരിഞ്ഞ സാക്ഷരതയാണ് നമ്മൾ കാണുന്നത്. സാക്ഷരാ വിപരീതാശ്ചേത് രാക്ഷസായേവ കേവലം. അപ്പോൾ പല പല ഒന്നാം സ്ഥാനത്തിൽ ഈ ഒരു ഒന്നാം സ്ഥാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞു വരുന്നത് മനസ്സ്. അപ്പം മനസ്സിൻ്റെ ആകുലത, മനസ്താപത്തിന് കാരണം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. അപ്പൊ നമ്മളിൽ ഹിരണ്യാക്ഷന്മാരുടെയും ഹിരണ്യകശിപുക്കളുടെയും എണ്ണം കൂടി വരുന്നു. ഏറ്റവും കൂടുതൽ ടി വിയിലെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് ആരാ? സ്വർണ്ണക്കടക്കാരാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ഈ ഹിരണ്യത്തിൻ്റെ പിറകെയാണ് നമ്മളെല്ലാവരും. ഇവിടെയൊക്കെ എല്ലാവരും സന്ധ്യാസമയത്ത് സന്ധ്യാനാമത്തിന് പകരം കണ്ണും പിഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ആരാ? സ്വർണ്ണക്കടക്കാരാ. കാരണം എന്താ? ഹിരണ്യാക്ഷന്മാരുടെയും ഹിരണ്യകശിപുവിൻ്റെയും എണ്ണം കൂടി വരികയാണ് സമൂഹത്തിൽ. ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒരു പ്രതീകാത്മകമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. താത്വികമായിട്ട് ചിന്തിച്ചാൽ നമ്മളൊക്കെ ആരാണ്? ഹിരണ്യാക്ഷന്മാരും ഹിരണ്യകശിപുവാണ്. കാരണം ആ ആസുരഭാവം അത്രയും ചിന്തിക്കുന്നുണ്ടോ? ആസുരഭാവം ഒരു മിനിറ്റിൽ ചുരുക്കി നമുക്കത് ഉപസംഹരിക്കാം. ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും നിഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ ഹിരണ്യാക്ഷനാണ് നിഗ്രഹിക്കപ്പെടുന്നത്. ഹിരണ്യാക്ഷൻ എങ്ങനെയാണ് നിഗ്രഹിക്കപ്പെടുന്നത്? യജ്ഞഭാവത്തിലൂടെ നിഗ്രഹിക്കപ്പെടുന്നു. ആരാൽ? യജ്ഞവരാഹമൂർത്തിയാൽ. അപ്പോൾ ഹിരണ്യം അല്ലെങ്കിൽ ഭോഗേച്ഛ, ഭൗതിക വാദം നിഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ഉയരണം? യജ്ഞഭാവം ഉയരണം. അപ്പോൾ ആ യജ്ഞഭാവം ഉയർന്ന് ഹിരണ്യഭാവത്തെ സംഹരിക്കണം. ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു കഥയാണിത്, ഒരംശമാണ് ഈ യജ്ഞവരാഹമൂർത്തിയുടെ കഥ. സംസ്കൃത ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ സമയം അങ്ങനെ പോവും, ക്ഷമിക്കണം. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ കഥയിലൂടെ, വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു. അതും നിങ്ങളുടെ ഈ കഥ കേൾക്കുന്നവരുടെ, അല്ലെങ്കിൽ ഈ സംവാദത്തിൽ വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ബന്ധമുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. എല്ലാം ഒന്നും ഒരു പ്ലാൻഡ് ആയില്ല എന്ന് എനിക്കെന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് വളരെ സന്തോഷം, ഒരു മനസ്സിന് വലിയൊരു ചാരിതാർത്ഥ്യം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ്, കാരണം എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരുടെ മുൻപിലാണ് ഈ ഒരു ചരിത്രം നമ്മൾ സ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഈ യജ്ഞഭാവം നിറയേണ്ടതാണ്. അത് തന്നെ മതി. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാവാത്മക ചൈതന്യം, ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു. ഈ ഒരു യജ്ഞഭാവം നമ്മുടെ മനസ്സിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പു കുഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി